23 വർഷങ്ങളായി വിദ്യാർത്ഥികൾക്കായി പ്രൊഫസർ KV തോമസ് വിദ്യാധനം ട്രസ്റ്റ് ഒരുക്കുന്ന വിവിധ പദ്ധതികളിൽ ജനശ്രദ്ധയെ ആകർഷിക്കുന്ന ഒന്നാണ് മീറ്റ് ദ ഗ്രേറ്റ് ലീഡേഴ്സ്. ജീവിത വിജയം നേടി സമൂഹത്തിന് മാതൃകയായ വ്യക്തിത്വങ്ങളുമായി വിദ്യാർത്ഥികൾക്ക് സംവദിക്കാൻ അവസരം നൽകുന്ന ഈ പദ്ധതിയിൽ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു, മെട്രോമാൻ ശ്രീധരൻ, ISRO ചെയർമാൻ ഡോക്ടർ K രാധാകൃഷ്ണൻ, മറുനാടൻ വ്യവസായ പ്രമുഖൻ MA യൂസുഫ് അലി, CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, ലോക്സഭാ സെക്രട്ടറി ജനറൽ TDP ആചാരി, കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാൻ മധു S നായർ, NPOL സയന്റിസ്റ്റ് K രമീധ, കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവർ പങ്കെടുത്തിട്ടുണ്ട്. ഈ കോളേജിലെ വിദ്യാർത്ഥിയും പിന്നീട് കെമിസ്ട്രി അധ്യാപകനുമായ പ്രൊഫസർ KV തോമസ് സാറിന്റെ വിദ്യാധനം ട്രസ്റ്റ് നടപ്പാക്കുന്ന മറ്റു പദ്ധതികൾ ഏറെയാണ്. വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തിയെടുക്കാനും പൊതുവിജ്ഞാനം മെച്ചപ്പെടുത്താനും മാതൃഭൂമിയുമായി സഹകരിച്ച് നടത്തുന്ന മധുരം മലയാളം പദ്ധതി, മലയാള മാധ്യമ പ്രവർത്തകനും കേരള മീഡിയ അക്കാദമി കോഴ്സ് ഡയറക്ടറുമായ NL സത്യവ്രതന്റെ പേരിൽ അക്കാദമിയിലെ വിവിധ കോഴ്സുകളിൽ 1ാം റാങ്ക് നേടുന്ന 5 വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള NL സത്യവ്രതൻ സ്മാരക സ്വർണ്ണ മെഡൽ പുരസ്കാരം, മികച്ച പത്രപ്രവർത്തകരുടെ TVR ഷേണായി എക്സലൻസ് അവാർഡ്, തേവര സേക്രഡ് ഹാർട്ട് സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻസിൽ നിന്നും വിവിധ കോഴ്സുകൾക്ക് ഉന്നത നിലവാരം പുലർത്തുന്ന 7 വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സെയിന്റ് ചാവറ എക്സലൻസ് അവാർഡ്, വിദ്യാർത്ഥികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനായി പണം അടങ്ങുന്ന കുടുക്ക വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ട് നടപ്പാക്കുന്ന സേവിങ്സ് ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ പദ്ധതി, വിദ്യാർത്ഥികളെ കൃഷിയോട് അടുപ്പിക്കുന്ന കർഷക മിത്രം പദ്ധതി, തോമസ് സാറിന്റെ ഭാര്യ ഷേർലിയുടെ ഓർമ്മയ്ക്കായി എറണാകുളം ലൂർദ് ആശുപത്രിക്ക് അത്യാധുനിക ഡയാലിസിസ് മെഷീൻ സംഭാവന ചെയ്തുകൊണ്ട് നടപ്പാക്കുന്ന ഷേർലി തോമസ് ആശ്വാസ കിരണം പദ്ധതി. ഈ പദ്ധതിയിലൂടെ എല്ലാ മാസവും 41 സൗജന്യ ഡയാലിസിസ് സെഷനുകളും പ്രതിവർഷം ഏകദേശം 300 രോഗികൾക്ക് സബ്സിഡി നിരക്കിലുള്ള ഡയാലിസിസും ചെയ്തു കൊടുക്കുന്നു. അതിൽ അസുഖബാധിതരായ വിദ്യാർത്ഥികൾക്കാണ് മുൻഗണന. Seek a sight, a gleam on flaming wings. Sacred heart, the soul enchanted sings. ഇന്നത്തെ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി CPM ദേശീയ ജനറൽ സെക്രട്ടറിയും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായി ശ്രീ MA ബേബി സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മറ്റു വിശിഷ്ടാതിഥികളെയും ഇതിനായി ക്ഷണിക്കുന്നു. Meet the great achievers അല്ലെങ്കിൽ ലീഡേഴ്സ് എന്ന പരിപാടിയുടെ ഇന്നത്തെ മുഖ്യാതിഥി MA ബേബി, സുഹൃത്തുക്കൾ, വളരെ സന്തോഷത്തോടു കൂടിയാണ് എൻ്റെ മാതൃ വിദ്യാലയമായ തേവര തിരുഹൃദയ കലാലയത്തിലേക്ക് നിങ്ങളെയെല്ലാം സ്വാഗതം ചെയ്യുന്നത്. 1962 എനിക്ക് 14 വയസ്സുള്ളപ്പോഴാണ് തേവരയിൽ ഒരു വിദ്യാർത്ഥിയായി എത്തുന്നത്. ഇന്ന് കാണുന്ന സൗകര്യങ്ങളൊന്നുമില്ല. പെരുമാനൂർ ജംഗ്ഷനിൽ ബസ്സിനിറങ്ങി നടന്ന് തേവരത്തോട്ടിന് മുകളിലുള്ള മരപ്പാലത്തിലൂടെ പിടിച്ച് ഇവിടെ കോളേജിലെത്തണം. ഇവിടെ ഞാൻ വരാൻ കാരണം എൻ്റെ മൂത്ത സഹോദരൻ KV ജോസഫ്, അദ്ദേഹത്തെ അന്ന് എല്ലാവരും വിളിച്ചത് ജോസഫ് കുറുപ്പാശ്ശേരിയിൽ നിന്നാണ്. ഇവിടുത്തെ ആദ്യകാല വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തോടൊപ്പം പഠിച്ചിരുന്നതാണ് കേരള നിയമസഭാ സ്പീക്കറായിരുന്ന PP തങ്കച്ചനും INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന BP മരക്കാരും ഉൾപ്പെടെയുള്ള പഴയകാല പ്രമുഖരായ രാഷ്ട്രീയ പ്രവർത്തകർ. എൻ്റെ ജ്യേഷ്ഠനാണ്
എന്നെ ഈ കോളേജിൽ കൊണ്ടുവരുന്നത്. അന്നതൊരു മെൻസ് കോളേജാണ്. 6 ഹോസ്റ്റലുകളുണ്ട്. ഏകദേശം 1000-ഓളം വിദ്യാർത്ഥികൾ ഇവിടെ താമസിച്ച് പഠിക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ കോളേജാണ്. ഈ കോളേജിൽ നിന്ന് എനിക്ക് ലഭിച്ച അനുഭവങ്ങളും പരിശീലനവുമാണ് എന്നെ ഞാനാക്കിയതും ഇന്നും ഞാനായി തന്നെ മുന്നോട്ട് പോകുന്നത്. ഞാനിപ്പോഴും രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുന്ന എന്നാണ്. എൻ്റെ പ്രാഥമിക കാര്യങ്ങൾ കഴിഞ്ഞ് ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം പള്ളിയിൽ കുർബാനയ്ക്ക് പോയി, അതിനുശേഷം ഹോസ്റ്റലിൽ പോയി ഭക്ഷണം കഴിച്ച് 9:30 മണിയോടുകൂടിയാണ് കോളേജിലെത്തുന്നത്. എല്ലാം ഒരു ചിട്ടയാണ്. വൈകുന്നേരം 4 മണി കഴിഞ്ഞാൽ ഞങ്ങളിവിടെ നിന്നും എറണാകുളത്തേക്ക് ഒരു യാത്രയാണ്. അന്ന് ഇന്നത്തെ കൊച്ചിൻ ഷിപ്പ്യാർഡില്ല. ഷിപ്പ്യാർഡിന് നടുക്കുകൂടി ഒരു റോഡുണ്ട്. അത് എത്തിച്ചേരുന്നത് സെൻറ് തെരേസാസ് കോളേജിൻ്റെ മുമ്പിലാണ്. ഒരു കൊള്ളാവുന്ന പെൺകുട്ടി അന്ന് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഓടി അവിടെ ചെന്ന് 2 പേരെ കണ്ട് തമാശക്ക് പറഞ്ഞ് തിരിച്ചിവിടെ എത്തണം. 6 മണിക്ക് മുമ്പ് എത്തിയേ പറ്റത്തുള്ളൂ. 6 മണിക്ക് മുമ്പ് എത്തിയില്ലെങ്കിൽ അന്ന് ഞങ്ങൾ കരടി എന്ന് വിളിക്കുന്ന ഒരു ഗാർഡ് ഇവിടെയുണ്ട്. എന്ത് വിചാരിച്ചാലും അയാളുടെ ഗേറ്റ് തുറക്കത്തില്ല. ചുറ്റും മുള്ളുവേലികളാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ കുളി, വൈകുന്നേരത്തെ കുളി 7 മണിക്കൂർ അവസാനിപ്പിക്കണം. അത് കഴിഞ്ഞ് അച്ഛന്മാരെ ടാപ്പ് പൂട്ടും. ഇത് തന്നെ രാവിലത്തെ 4 മണിക്ക് എഴുന്നേറ്റ് 5 മണിക്ക് കുളിച്ചില്ലെങ്കിൽ ടാപ്പ് പൂട്ടും. അങ്ങനെ ചിട്ടയായ ജീവിതം. രാത്രി 9 മണിക്ക് കിടന്നുറങ്ങണം, രാവിലെ എഴുന്നേൽക്കുകയും വേണം. ഇന്നും ഞാൻ പിന്തുടരുന്ന ജീവിതശൈലി 4 മണിക്ക് അറിയാതെ എഴുന്നേറ്റ് പോകും, രാത്രി 9 മണിക്ക് കിടന്നുറങ്ങും. ആ ചിട്ട എനിക്ക് മാത്രമല്ല, തേവര കോളേജിൽ നിന്ന് പഠിച്ച് പുറത്തേക്ക് വന്ന 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക് അതെന്നും അവരുടെ ജീവിതത്തിൽ മാതൃകയായി മാറിയിട്ടുണ്ട്. അത് ഈ പ്രഗത്ഭരായ വിദ്യാർത്ഥികളെ സംഭാവന ചെയ്ത വിദ്യാഭ്യാസ സ്ഥാപനമാണ് M.N. ജേക്കബ് സാറ്, അതുപോലെ K.M. മാണി സാറ്. ഇങ്ങനെയുള്ള 100 കണക്കിന് രാഷ്ട്രീയ പ്രവർത്തകരെ മാത്രമല്ല മറ്റ് രംഗങ്ങളിലൊക്കെ പ്രഗത്ഭരായ ആളുകളെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 1972 ഇത് ഒരു പെൺകുട്ടികൾക്ക് കൂടി അഡ്മിഷൻ കൊടുത്ത് ഇതിന് ഒരു വർണ്ണ നടക്കണം. 75 ആണ് ഇത് കൊടുക്കുന്നത്. അന്നാണ് ഞങ്ങൾ വർണ്ണങ്ങൾ കാണുന്നത്. അന്ന് പല പത്രങ്ങളും എഴുതി ലൈൻ, അതൊക്കെ ബാബു ജോസഫിന് അറിയാം. ചിലർ പറഞ്ഞു തേവര കോളേജിൽ പെൺകുട്ടികൾ, തേവര കോളേജ് മിക്സഡാക്കി. പക്ഷെ ഇന്നും എന്നും പത്രപ്രവർത്തക ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ നാട്ടുകാരൻ കൂടെ N.N. സത്യവ്രതൻ എഴുതി തേവര കോളേജിൽ വളകിലുക്കം. പത്രപ്രവർത്തന രംഗത്ത് പഠിക്കുന്നവർക്ക് എന്നും പറയുന്ന ഒരു കാര്യം ഇതാണ്, തേവര കോളേജിൽ വളകിലുക്കം. ആ ഹെഡ്ലൈൻ, അതിൻ്റെ മാധുര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. അന്ന് ഞാൻ തേവര കോളേജിൽ അധ്യാപകനായ 68 ചേരുന്നത്. എനിക്കന്ന് 24 വയസ്സാണ്. അപ്പം ഞങ്ങളൊക്കെ കൂടി പ്രഷറൈസ് ചെയ്തിട്ടാണ് CMA അച്ഛന്മാരോട് പിന്നെ പെൺകുട്ടികളെ ഇവിടെ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞത്. കാരണം അന്ന് ധാരാളം കോളേജുകൾ കേരളത്തിൻ്റെ ഇതര ഭാഗങ്ങൾ തുടർന്നു. റെസിഡൻഷ്യൽ കോളേജുകൾക്ക് പ്രാധാന്യമില്ലാതായി, കുട്ടികൾ കിട്ടാതെ വന്നു. അപ്പം നല്ല കുട്ടികൾ വേണമെങ്കിൽ പെൺകുട്ടികളെ കൂടി നമുക്ക് ഇവിടെ പ്രവേശിപ്പിക്കണമെന്ന് ഞങ്ങൾ നിരന്തരമായി ഞങ്ങൾ അധ്യാപകരൊക്കെ മാനേജ്മെൻറ്റ് മുമ്പിൽ സമ്മർദ്ദം ചെലുത്തിയതിന് പകരമാണ് അതിൻ്റെ പരിണിതഫലമാണ് ഇത് പെൺകുട്ടികളെ പ്രവേശിപ്പിക്കാൻ തീരുമാനം. അന്ന് അച്ഛന്മാർ അതിനൊരു കമ്മിറ്റി പോലും വെക്കുകയുണ്ടായി. ഇതെങ്ങനെ വേണം, ഇതിൻ്റെ എങ്ങനെ വേണം. അതാണ് നേരത്തെ നമ്മുടെ സ്റ്റെയർ കേസിൽ വിമൻ ആൻഡ് മെൻ എന്ന് എഴുതി വെച്ചിരുന്നു. ആൺകുട്ടികളുടെ ഒരു വശത്ത് കൂടി പെൺകുട്ടികളുടെ വേറൊരു വശത്ത് കൂടി. അങ്ങനെയുള്ള ഒത്തിരി പ്രിക്വേഷൻ എടുത്ത് വന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ അഭിമാനകരമായ വിദ്യാഭ്യാസ സ്ഥാപനമായി തേവര കോളേജ് വളരാൻ കാരണം പെൺകുട്ടികൾ കൂടി വന്നതുകൊണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ എൻ്റെ സുഹൃത്ത് ബേബി പറഞ്ഞു, ഇവിടെ ഞങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിലെത്തിയപ്പോൾ 2 പെൺകുട്ടികളെ കൂടി വിളിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത്. ഈ ചടങ്ങിനെ സംബന്ധിച്ചിടത്തോളം
ഇത് 11ാമത്തെ ചടങ്ങാണ്. പ്രൊഫസർ കെ വി തോമസ് വിദ്യാധരൻ ട്രസ്റ്റിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ആ ട്രസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് മീറ്റ് ദ ഗ്രേറ്റ് അച്ചീവേഴ്സ് ഓർ മീറ്റ് ദ ഗ്രേറ്റ് ലീഡേഴ്സ്. അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മളെപ്പോലെ നിങ്ങളെപ്പോലെ വളർന്നു വന്ന വിദ്യാർത്ഥികളാണ് പിന്നീട് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നായകന്മാരായി മാറിയിട്ടുള്ളത്. അങ്ങനെയുള്ള ആ ജനനായകന്മാരെ, അവർ രാഷ്ട്രീയക്കാരുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ട്, ബിസിനസ്സുകാരുണ്ട്, അവരെല്ലാം നിങ്ങളുടെ ഇതേ പ്രായത്തിൽ പഠിച്ചു വളർന്ന് ലോകത്തിന് ഒരു വെളിച്ചമായി മാറിയ ആളുകളാണ്. അത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ശ്രീ സീതാറാം യെച്ചൂരി സെന്റ് തെരേസാസ് കോളേജിൽ വന്നപ്പോൾ ഒരു ആരവമായിരുന്നു. ആളുകൾ യെച്ചൂരിയെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ ശ്രീ വെങ്കയ്യ നായിഡു വന്നപ്പോൾ, പ്രഗത്ഭനായ ഈ ശ്രീധരൻ വന്നപ്പോൾ വലിയ സ്വീകരണമാണ് കുട്ടികൾ നൽകിയത്. അതുപോലെ തന്നെയാണ് ഇന്ന് ഞങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ഞാൻ ബേബിയെ ഇരുത്തിക്കൊണ്ട് പറയുന്നത് ശരിയല്ല എന്നെനിക്ക് ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളാണ്, വലിയൊരു ഭാവിയുടെ വാഗ്ദാനമായിട്ട് ഞങ്ങളൊക്കെ ശ്രീ ബേബിയെ കാണുന്നത്. യെച്ചൂരി എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. രാഷ്ട്രീയമായ ചില സമാനതകൾ ഉണ്ടെങ്കിലും നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയം മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യം നിലനിർത്താൻ നമുക്ക് കരുത്തുള്ള നേതാക്കന്മാരുണ്ടാവണം. ഞാൻ രാഷ്ട്രീയമൊന്നും ഇപ്പോൾ പറയുന്നില്ല, പക്ഷെ കരുത്തുള്ള നേതാക്കന്മാർ ഉണ്ടാകണം. അങ്ങനെയുള്ള ആ നിലയിൽ ഇന്ന് ബേബി മുൻനിരയിൽ നിൽക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ ദിവസം പ്രഗത്ഭനായ അഡ്വക്കേറ്റ് കപിൽ സിബലിൻ്റെ ഒരു പരിപാടിയിൽ ഞങ്ങൾ രണ്ടുപേരും പങ്കെടുക്കുകയുണ്ടായി. അത് അവർ പറഞ്ഞ കാര്യം, ഇന്ത്യ മുന്നോട്ട് പോകണമെങ്കിൽ ശക്തരായ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടാകണം. ആ നിലയിൽ നിൽക്കുന്ന ബേബിയാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ക്ഷണിച്ചത്. അദ്ദേഹം കൃത്യസമയത്ത് തന്നെ ഇവിടെ വന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തെ ഞാൻ സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നിട്ടുള്ള മറ്റെല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ്. പരിപാടിക്ക് ആശംസ അർപ്പിക്കാനായി സേക്രഡ് ഹാർട്ട് കോളേജ് വൈസ് പ്രിൻസിപ്പൽ റെവറൻഡ് ഡോക്ടർ ജോസഫ് വർഗീസ് അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. തോമസ് മാഷിൻ്റെ നല്ല ഓർമ്മകൾ നമ്മുടെ മുമ്പിൽ അയവിറക്കുകയുണ്ടായി. വിദ്യാധനം ട്രസ്റ്റ് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് MA ബേബി സാറ് നമ്മുടെ ക്യാമ്പസിലേക്ക് എത്തിയിരിക്കുക. സാറിനെ എല്ലാവരുടെയും നാമത്തിൽ, കോളേജിലെ മാനേജ്മെൻറ്റിൻ്റെയും പ്രിൻസിപ്പലിൻ്റെയും അധ്യാപകരുടെയും ഇവിടെയുള്ള അധ്യാപകരുടെയും കുട്ടികളുടെയും നാമത്തിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈ കൊടുക്കുക. നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ പ്രോഗ്രാമിലേക്ക്. സാറ് പറഞ്ഞതുപോലെ, തോമസ് മാഷ് പറഞ്ഞതുപോലെ, ഇത് മീറ്റ് ദ ഗ്രേറ്റ് ലീഡേഴ്സ്. നമ്മുടെ സമൂഹത്തിൽ ഇന്നുള്ള നേതാക്കന്മാരെ കാണാനും പരിചയപ്പെടാനും അവരോടുകൂടെ സംവദിക്കാനുമുള്ള മനോഹരമായിട്ടുള്ള അവസരമാണ്. നിങ്ങളുടെ മനസ്സിൽ ഉയരുന്ന ധാരാളം ചോദ്യങ്ങൾ സാറിനോട് ചോദിക്കണം. നല്ല ചോദ്യങ്ങൾക്ക് സമ്മാനമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നല്ല ചോദ്യങ്ങൾക്ക്. അപ്പോൾ ഇന്ന് ചോദ്യം ചോദിക്കാത്ത ക്ലാസ് റൂമുകളാണ്. നാം ഇരിക്കുന്ന പല ക്ലാസ് റൂമുകളിലും ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. നമ്മൾ മൊബൈൽ ഫോണുകൾ മാത്രം നോക്കിയിരിക്കുന്ന ഒരു കാലത്ത്, ചോദ്യങ്ങൾ ചോദിക്കാൻ മറന്നുപോകുന്ന കാലത്ത്, നിങ്ങളിൽ പലരും ഇപ്പോൾ മൊബൈൽ ഫോൺ നോക്കിയായിരിക്കും ഇരിക്കുക. ഈ കാലത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്ന തലമുറയായി വളർന്നു വരാൻ ഈ പരിപാടികൾ നിങ്ങളെ സഹായിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികളായിട്ട് വളർന്നു വരികയും ചെയ്യട്ടെ. ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ ഓർഗനൈസ് ചെയ്തതിന് തോമസ് മാഷിന്, തോമസ് മാഷാറിന് എല്ലാവരുടെയും നാമത്തിൽ നന്ദിയും അഭിനന്ദനവും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഇന്നത്തെ സംവാദ സമ്മേളനത്തിന് നമ്മൾ കടക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് ശ്രീ ജേക്കബ് ജോർജ് ആണ്. മാതൃഭൂമിയിലും പിന്നീട് ഇന്ത്യ ടുഡേയിലും പ്രവർത്തിക്കുകയും പ്രശസ്ത സീനിയർ മാധ്യമപ്രവർത്തകനായി ഫ്രീലാൻസ് ഇപ്പോൾ ചെയ്യുകയും ചെയ്യുന്ന ശ്രീ ജേക്കബ് ജോർജ് സാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഒരു സംവാദമല്ല, ഒരു ഇൻറ്ററാക്ഷനാണ് വിത്ത് MA ബേബി. ഡൽഹിയിൽ അത് അറിയപ്പെടുന്നത് കോംറേഡ് ബേബി എന്നാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെയൊക്കെ നേതാവായിരുന്നു ബേബി. അന്ന് ഞങ്ങളൊക്കെ ബേബി എന്ന് വിളിച്ചാൽ മതിയായിരുന്നു. ഏറെക്കുറെ ഞാൻ കാര്യവട്ടത്ത് പഠിക്കുമ്പോൾ ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു എൻ്റെ വിഷയം. കാര്യവട്ടത്ത് ആദ്യത്തെ ബാച്ചിൽപ്പെട്ട ആളാണ് ഞാൻ. അപ്പം ഞാൻ ഈ കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഒരു അഭിമാനകരമായ ഒരു പ്രൊഡക്റ്റ് ആണ് MA ബേബി. സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, ആദ്യം KSF, പിന്നീട് SFI, അതിൻ്റെയൊക്കെ ആദ്യകാല മുൻനിര നേതാക്കളിൽ ഒരാളായിരുന്നു ഇന്നത്തെ സഖാവ് MA ബേബി. തീർച്ചയായിട്ടും MA ബേബിയെ നിങ്ങളുടെ ഇടയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ സംവാദത്തിൻ്റെ ഈ
ഇന്ററാക്ഷന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട MA ബേബി, അദ്ദേഹം ഇന്ന് CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. ദേശീയ തലത്തിൽ പ്രതിപക്ഷത്തിന് ഒരു പ്രധാന ശബ്ദം ഉണ്ടാവേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഡൽഹിയിലെ MA ബേബിയുടെ സ്ഥാനത്തിന്, അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്, അദ്ദേഹത്തിന്റെ മുഖത്തിന് വലിയ പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്. ദേശീയ രാഷ്ട്രീയം, കേരള രാഷ്ട്രീയം, തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയമാണ് അദ്ദേഹത്തിന് ജന്മം കൊടുത്തത്. അദ്ദേഹം എന്ന രാഷ്ട്രീയ നേതാവിന് ജന്മം കൊടുത്തത് കേരള രാഷ്ട്രീയമാണ്. അതേക്കുറിച്ചൊക്കെ അദ്ദേഹം പറയും എന്ന് കരുതാം. ഞാൻ MA ബേബിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം നിങ്ങളും തയ്യാറായിരിക്കണം. ഉചിതമായ പ്രസക്തമായ ചോദ്യങ്ങൾ പ്രകടമായി വിദ്യാഭ്യാസപരമായിട്ടും, വിദ്യാഭ്യാസത്തിൽ നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയ കക്ഷി നേതാക്കളാണ്, ഭരണകർത്താക്കളാണ്. ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന നേതാക്കളാണ് നമ്മുടെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസത്തെ രൂപപ്പെടുത്തുന്നതിൽ രാഷ്ട്രീയ കക്ഷികൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും നിങ്ങൾക്ക് ചോദിക്കാം. വിദ്യാഭ്യാസ രംഗം നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിങ്ങൾക്ക് സംസാരിക്കാം, ചർച്ച ചെയ്യാം. ഓവർ ടു MA ബേബി. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ആദ്യമായി പ്രൊഫസർ KV തോമസിനോട് നന്ദിയും പറയുന്നു, പരിഭവവും പറയുന്നു. നമ്മുടെ ഭാവി പ്രതീക്ഷകളായ എൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ പ്രായത്തെക്കാളും താഴെയാണ്. വിവിധ കോളേജുകളിലും തിരഞ്ഞെടുക്കപ്പെട്ട മിടുക്കികളും മിടുക്കന്മാരുമായ ഇത്രയും പേരുമായി പരിമിതമായെങ്കിലും പരിചയപ്പെടാനും ചില കാര്യങ്ങൾ സംസാരിക്കാനുമുള്ള സന്ദർഭം ഉണ്ടാക്കി തന്നതിനാണ് ഞാൻ നന്ദി പറയുന്നത്. പരിഭവം ഇപ്പോൾ ഇനി പ്രസക്തമല്ല. കാര്യം അദ്ദേഹം കുറേ നാളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് മീറ്റ് ഗ്രേറ്റ് ലീഡേഴ്സ്. ആ വകുപ്പിൽപ്പെടുന്ന ഒരാളല്ല ഞാൻ ഗ്രേറ്റുമല്ല ലീഡറുമല്ല. ഞാൻ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ സാധാരണ അംഗം. ആശയനിവേദനത്തിന് വേണ്ടിയാണ് സാധാരണ അംഗം എന്ന് പറയുന്നത്. അപ്പോൾ അസാധാരണ അംഗങ്ങളുണ്ട് എന്നൊരു ആശയം അവിടെ വരുന്നുണ്ട്. പക്ഷേ ജനറൽ സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും മുതൽ ബ്രാഞ്ചുകളിൽ പ്രവർത്തിക്കുന്നവർ വരെ തുല്യ പ്രാധാന്യത്തോടുകൂടി പ്രവർത്തിക്കുകയും പരസ്പരം തുല്യരായി കാണുകയും ചെയ്യണം. മനുഷ്യർക്കിടയിൽ വേണ്ട, മനുഷ്യർക്ക് സമാധാനമുണ്ടാകണമെങ്കിൽ, സമൂഹത്തിൽ സമാധാനമുണ്ടാകണമെങ്കിൽ പരസ്പരം തുല്യതാബോധത്തോടു കൂടി പെരുമാറാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. അതൊരു പെരുമാറ്റത്തിന് വേണ്ടിയുള്ളതല്ല. ഓരോ വ്യക്തിക്കും ആ വ്യക്തിയുടെ പ്രാധാന്യമുണ്ട്. അതിൽ ഒരാൾ കുറെ മേളിൽ, വേറൊരാൾ കുറെ താഴെ എന്നൊരിക്കലും ചിന്തിച്ചുകൂടാ. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഏറ്റവും കൂടുതൽ രാജ്യത്ത് ഉത്തരവാദിത്തമുള്ള ചില ആളുകൾ തന്നെ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സന്ദർഭങ്ങൾ വെട്ടിച്ചുരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അത്രേ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. എനിക്ക് രാഷ്ട്രീയമായും സൈദ്ധാന്തികമായും ഒക്കെ വിയോജിപ്പുള്ള ഒരാളാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. പക്ഷെ എനിക്ക് വളരെ ബഹുമാനമുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, വിശ്വചരിത്രാവലോകനം, ഇന്ത്യയെ കണ്ടെത്തൽ, ഓട്ടോബയോഗ്രഫി, ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തുകളുടെ രൂപത്തിൽ അദ്ദേഹം കുറെ കാര്യങ്ങൾ ജയിലിൽ നിന്ന് എഴുതിയിട്ടുണ്ട്. പണ്ഡിറ്റ്ജി സഭയിൽ വന്ന് ചർച്ചകളെല്ലാം കേട്ടിരുന്നിട്ട് പ്രധാനമന്ത്രിക്ക് ഒരുപാട് ജോലി തിരക്കുകളുണ്ട്. അപ്പോൾ പാർലമെന്റ് മന്ദിരത്തിൽ തന്നെ പ്രധാനമന്ത്രിക്ക് ഓഫീസുണ്ട്. ചില ഫയലുകൾ ഒപ്പിടാനോ പറ്റും വേണ്ടി അദ്ദേഹം ഇറങ്ങി സഭയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയം AKജിയെ പോലുള്ള ആരെങ്കിലും ഒരു ചോദ്യവുമായിട്ട് എണീക്കുന്ന കണ്ടാൽ അദ്ദേഹം ഉടൻ തിരിച്ചു വന്ന് പ്രധാനമന്ത്രിയുടെ സീറ്റിലിരിക്കും. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ആ ചോദ്യത്തിന് മറുപടി പറയും. അപ്പൊ അങ്ങനെയുള്ള ഒരു ചോദ്യങ്ങളെ, അത് സമൂഹത്തിന്റെ ചോദ്യങ്ങളാണ്, പാർലമെന്റ് അംഗങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചോദ്യങ്ങളെ അഭിമുഖീകരിച്ചിട്ടുള്ള, എനിക്ക് പ്രത്യയശാസ്ത്രപരമായി രാഷ്ട്രീയമായി വിയോജിപ്പുള്ള പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ പ്രധാനമന്ത്രിമാരായിട്ടുണ്ടായിരുന്ന സ്ഥാനത്ത്
അത് എങ്ങനെ ലോപിച്ച് ജീർണിച്ച് എവിടെ എത്തുന്നു നമ്മുടെ സമൂഹത്തിൽ എന്നതുപോലുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും ധൈര്യപൂർവ്വം ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്നവരായി, ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ അതിന് ഗൃഹപാഠം ചെയ്യണം, ശരിയായ ചോദ്യങ്ങൾ ചോദിക്കണം. എന്നാൽ ചോദ്യം ശരിയാണോ എന്നുള്ള സംശയത്തിന്റെ പേരിൽ നമ്മൾ ചോദ്യം ചോദിക്കാതിരിക്കുന്നത്. ശരിയായാലും തെറ്റായാലും ചോദ്യം ചോദിക്കണം. ചോദ്യം ചോദിച്ചാലാണ് ആ ചോദ്യം ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് പിന്നീട് മനസ്സിലാക്കാൻ കഴിയുക. അത്തരത്തിൽ ഉള്ള ഇവിടെ ഉള്ള ക്രമീകരിച്ചിട്ടുള്ള ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ കഴിയുന്നതിൻ്റെ സന്തോഷവും എനിക്കുണ്ട്. എനിക്ക് തോന്നുന്നു വിദ്യാർത്ഥിനികൾ എന്ന നിലയിൽ നിങ്ങളുടെ പഠനത്തെയും നിങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് നാം ജീവിക്കുന്ന സമൂഹത്തിന്റെ ഭാവിയെയും എങ്ങനെയാണ് കാണുന്നത്? അങ്ങനത്തെ ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അത് നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ട ഒരു കാര്യം, പഠിക്കുമ്പോൾ പരീക്ഷയ്ക്ക് എഴുതി കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെന്റിന് ഒരു അവസരമുണ്ട്. പക്ഷെ ജീവിതത്തിൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റിന് വളരെ കുറച്ച് അവസരമേ ഉള്ളൂ. എൻ്റെ അറിവിൽ പെട്ടിടത്തോളം നമുക്ക് ആകെയുള്ളത് ഈ ഒരു ജീവിതമാണ്. ആകെയുള്ള നമ്മുടെ ഒരു ജീവിതം നമ്മുടെ ജീവിതാന്ത്യത്തിന് ശേഷവും നാം ജീവിച്ച സമൂഹമോ നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ ബന്ധുക്കളോ ഓർക്കണമെങ്കിൽ അവരോർക്കുന്ന എന്തെങ്കിലും നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ ചെയ്തിരിക്കണം. അതെന്താണെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും കണ്ടുപിടിക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് ഒരു ചിന്തകൻ നടത്തിയിട്ടുള്ളൊരു നിരീക്ഷണമുണ്ട്. നമ്മുടെ നാട്ടുകാരനല്ല. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഗൗരവമായി നോക്കിക്കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട പഠന മേഖല, നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട പ്രവൃത്തി മേഖല, ഓരോ മനുഷ്യരും പല പല മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയും, പലതും ചെയ്യാൻ പറ്റും, പലതും പഠിക്കാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ അഭിരുചിയും താല്പര്യങ്ങളും ചുറ്റുപാടുകളും വെച്ച് ഏതൊരു മേഖല പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ നല്ലത് എന്നാലോചിക്കണം. നാം നമ്മുടെ ജീവിതം കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും നൽകാൻ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ഫലപ്രദമായ സംഭാവനകൾ നൽകാൻ നമുക്ക് ഏത് മേഖലയിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താലാണ് സാധിക്കുക. അഭിഭാഷകനായിട്ടാണോ, ഡോക്ടറായിട്ടാണോ, വൈദികനായിട്ടാണോ, അത് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാൻ. ഇതുപോലൊരു ചോദ്യം ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ഭാവി നിങ്ങൾ എന്താകാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞ മറുപടി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് വളരെ പ്രധാനമാണ്. എനിക്കൊരു നല്ല മനുഷ്യനായാൽ മതി എന്നാണ് പറഞ്ഞത്. അത് ഏറ്റവും വിഷമം പിടിച്ച കാര്യമാണ്. ഒരു നല്ല മനുഷ്യനാവുക എന്ന് പറയുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ആ പറഞ്ഞതിലൂടെ വളരെ വലിയ പ്രസക്തിയുണ്ട്. നിങ്ങൾ ഏത് മേഖലയിൽ പ്രവൃത്തിയെടുക്കുന്ന വ്യക്തിയായാലും ആ പ്രവൃത്തി എത്ര മികച്ചതായാലും ഒരു നല്ല മനുഷ്യനാവുക കൂടി വേണം. ഇത് തമ്മിൽ ലയിച്ചു ചേരണം. ഒരു നല്ല മനുഷ്യനായിരുന്നു കൊണ്ട് വേണം ഏത് പ്രവൃത്തിയിലും നിങ്ങൾ പ്രഗത്ഭരാകുക. സാറിന്റെ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് വോൾട്ടയറിന്റെ വാചകമാണ് എനിക്ക് ഓർമ്മ വന്നത്. നിങ്ങൾ പറയുന്ന കാര്യത്തിനോട് ഞാൻ പൂർണ്ണമായും യോജിച്ചില്ലെങ്കിലും നിങ്ങൾക്കത് പറയാനുള്ള അവകാശത്തെ ഞാൻ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യും എന്നുള്ളത്. എന്നാൽ പുതിയ രാഷ്ട്രീയം, വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പലപ്പോഴും മറക്കുന്നതായിട്ടാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. പലവിധ വിമർശനങ്ങൾക്കും എന്നാൽ തീരെ രാഷ്ട്രീയത്തിൽ കുട്ടികൾക്ക് ഇടപെടലില്ല എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ് പഴയ തലമുറയിൽ നിന്ന് ഞങ്ങൾ കേൾക്കുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ ഒരു പക്ഷേ അഭിപ്രായം മാറ്റാം എന്നാണ് സാറിന് തോന്നുന്നത് എന്നുള്ളത് എനിക്ക് ചോദിക്കാനുള്ളത്. നമുക്ക് യോജിപ്പുള്ള കാര്യങ്ങളും കേൾക്കാൻ ഉള്ള സന്നദ്ധത നമുക്കുണ്ടാവണം. എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്നതിനോട് വിയോജിപ്പുള്ളവരും നമ്മൾ പറയുന്നത് കേൾക്കുകയുള്ളൂ. അതിൻ്റെ ഒരു സന്നദ്ധത നമ്മുടെ സമൂഹത്തിൽ വലിയ തോതിൽ ചുരുങ്ങുന്നു. അതിൽ മാതൃകകൾ കാണിക്കേണ്ടവർ അവരുടെ ചുമതല നിർവഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. വളരെ വളരെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവർ മുതൽ. സഹിഷ്ണുത എന്ന് പറയുന്നത് ഒരു പരാജയപ്പെട്ടു കൊടുക്കല്ല. മറ്റൊരാൾ പറയുമ്പോൾ അതിൽ ശരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാനുള്ള സന്നദ്ധത നമുക്കുണ്ടാവണം.
നമ്മൾ ഈ പെരുമാറുന്നത് മറ്റുള്ളവർ കാണുന്നുണ്ട്, അവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് പോലും ആലോചിക്കുന്നില്ല. അത്രയും ആലോചിച്ചാൽ മതി മര്യാദപ്പെടാൻ. ചിലപ്പോൾ വളരെ ഷാർപ്പായിട്ട് നമുക്ക് പ്രതികരിക്കേണ്ടി വരും. നിങ്ങൾ അസംബന്ധമാണ് പറയുന്നത് ചിലപ്പോൾ പറയേണ്ടി വരും. അസംബന്ധം ഒരാൾ പറഞ്ഞാൽ യു ഹാവ് ടു കള സ്പെയ്ഡ്, അത് സംശയമില്ല. പക്ഷെ ആ നിലവാരം കാത്തുസൂക്ഷിക്കുന്നതിൽ പലരും വീഴ്ച വരുത്തുന്നു. ചിലർ സ്ഥിരമായി വീഴ്ച വരുത്തുന്നു, ചിലർ ചില സമയത്ത് വീഴ്ച വരുത്തുന്നു. അത് തിരിച്ചറിഞ്ഞിട്ട് ചിലർ തിരുത്തുന്നുണ്ട്. ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ചില സമയത്ത് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ ആശ്വാസം തോന്നും. അപൂർവം അങ്ങനെയും സംഭവിക്കുന്നുണ്ട്. സോ എൻ്റെ ക്വസ്റ്റ്യൻ, നിങ്ങൾ കോളേജ് പൊളിറ്റിക്സ് കുറിച്ച് സംസാരിച്ചപ്പം എൻ്റെ മനസ്സിൽ ആദ്യം വന്നൊരു സംഭവം വെച്ചാൽ മഹാരാജാസിൽ കുറച്ച് വർഷം മുമ്പേ കോളേജ് പൊളിറ്റിക്സിൻ്റെ ഒരു സംഭവത്തെ പയ്യൻ മരിച്ചുപോയി. അപ്പോൾ ഐ വോണ്ട് ടു നോ യുവർ ഒപ്പീനിയൻ, ദ ഫ്യൂച്ചർ ഓഫ് ഈ കോളേജ് പൊളിറ്റിക്സ് എങ്ങനെയായിരിക്കും ഫ്യൂച്ചറിൽ, ആൻഡ് ഇസ് ഇറ്റ് വെരി സേഫ് ഫോർ ഇനി വരാൻ പോകുന്ന പിള്ളേർ ഈ ക്യാമ്പസിലേക്ക്? അത് പലപ്പോഴും അനാരോഗ്യകരമായ ചില പ്രവണതകൾക്കും വിധേയമാകുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷെ അത് നമ്മൾ ഉടനെ മനസ്സിലാക്കേണ്ടത് എന്താ, ക്യാമ്പസുകൾ നമ്മുടെ സമൂഹത്തിൻ്റെ പ്രതിഫലനമാണ്. നമ്മുടെ സമൂഹത്തിലെ രാഷ്ട്രീയത്തിൽ ആശാസ്യമല്ലാത്ത പ്രവണതകൾ പ്രത്യക്ഷപ്പെട്ടാൽ അത് കോളേജ് ക്യാമ്പസുകളിലും പ്രതിഫലിക്കും. അപ്പോൾ കോളേജ് ക്യാമ്പസിലെ വിദ്യാസംഘടന രാഷ്ട്രീയത്തിൻ്റെ അപാകതകളെ സംബന്ധിച്ച് വിമർശിക്കുന്നത് ശരിയാണ്. പക്ഷെ അത് ശരിയാകണമെങ്കിൽ, ആ പോരായ്മകൾ തിരുത്തപ്പെടണമെങ്കിൽ സമൂഹത്തിലെ പൊതുരാഷ്ട്രീയവും നിലവാരമുള്ളതായിരിക്കാൻ, വ്യതിയാനങ്ങൾക്ക് വിധേയമാതിരിക്കാൻ, അക്രമത്തിലേക്ക് വഴിതെറ്റിപ്പോകാതിരിക്കാൻ എല്ലാമുള്ള കരുതലുണ്ടാവണം. സമൂഹം, പൊതുരാഷ്ട്രീയം ആരോഗ്യകരമായാൽ, സംസ്കാര സമ്പന്നമായാൽ ക്യാമ്പസ് രാഷ്ട്രീയവും ആരോഗ്യകരമാകും. ക്യാമ്പസുകളിലെ വിദ്യാസംഘടനാ പ്രവർത്തനത്തിലൊക്കെ ഓരോ സംഘടനയും മുൻകൈയെടുത്ത് വേണം അതിന് മാതൃകകൾ ഉണ്ടാക്കാൻ. വിദ്യാസംഘടനകൾ തമ്മിൽ മത്സരിക്കേണ്ടത് സംസ്കാര സമ്പന്നമായ ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ മാതൃകയാണ് ഞങ്ങളുടെ സംഘടന എന്ന് സ്ഥാപിക്കുന്നതിലാണ് വിദ്യാസംഘടനകൾ തമ്മിൽ പരസ്പരം മത്സരിക്കുന്നത്. എക്കണോമിക് ഡെവലപ്മെന്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും വിദ്യാഭ്യാസത്തെ കുറിച്ച് സംസാരിക്കും. ഈ ഇപ്പോഴത്തെ കറണ്ട് അഫെയർ ആയ PM ശ്രീ പദ്ധതി സ്കീം ഒരു സെൻട്രലിലെ ഫോഴ്സ്ഡ് ആയിട്ടുള്ളൊരു സ്കീം. ഈ സ്കീം കേരളത്തിൽ കൊണ്ടുവരുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഒരു 5 വർഷത്തെ ടെന്യൂർ, ആ ഒരു കാലയളവിലുണ്ടാകുന്ന വിദ്യാഭ്യാസത്തിലുണ്ടാകുന്ന മാറ്റം, അതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ചെലവിലേക്ക് കേന്ദ്രം നൽകാൻ ബാധ്യതയുള്ള, ഇപ്പം സമഗ്ര ശിക്ഷ കേരള, പണ്ട് സർവശിക്ഷയായിരുന്നു, ഞാനൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയാണ്, ഇപ്പോൾ സമഗ്ര ശിക്ഷ എന്ന് മാറിയിട്ടുണ്ട്. SSK സമഗ്ര ശിക്ഷ കേരള, അതിന് നൽകേണ്ട, കേരളത്തിന് നൽകേണ്ട ഫണ്ട്, അല്ലെങ്കിൽ തമിഴ്നാട് നൽകേണ്ട ഫണ്ട്, സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട ഫണ്ട് നിങ്ങൾ ഈ PM ശ്രീ ഒപ്പിട്ടാൽ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയുകയാണ്. സംസ്ഥാനങ്ങൾ ഒറ്റ ശബ്ദത്തിൽ നിന്ന് എതിർക്കേണ്ട, ഒരു ന്യായീകരണവുമില്ലാത്ത ഒരു സമീപനമാണ്. അതാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിലൂടെ നമുക്ക് മനസ്സിലായ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ PM ശ്രീ എന്ന് പറഞ്ഞുകൊണ്ട് അത് നടപ്പാക്കുന്ന ഇപ്പം കേരളത്തിലാണെങ്കിൽ ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾ പല മാനദണ്ഡങ്ങൾ പ്രകാരം തിരഞ്ഞെടുക്കണം. ആ 2 സ്കൂളുകൾക്കാണ്, കേരളത്തിലെ എല്ലാ സ്കൂളുകൾക്കുമല്ല, 2 സ്കൂളുകൾ, ഒരു ബ്ലോക്കിലെ 2 സ്കൂളുകൾ എന്നുള്ള നിലയിലാണ് ഈ സഹായം വരുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് കേന്ദ്രം തരുന്നത്, മറുഭാഗം സംസ്ഥാനം ചെലവഴിക്കണം. അത് ചെലവഴിച്ചവിടെ ഈ ഇംപ്രൂവ്മെന്റ് വരുത്തി കഴിഞ്ഞാൽ ഇത് PM ശ്രീ സ്കൂളാണ് എന്ന് എഴുതി വെക്കണം. മുഴുവൻ പണം കേന്ദ്രം തരികയാണെങ്കിൽ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഒരു വിദഗ്ധനാണ് ഈ എൻ്റെ വലതുവശത്തിരിക്കുന്നത്, കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധി. ഇതുമായി ബന്ധപ്പെട്ട് ഈ ധാരണാപത്രം, ഇപ്പം തർക്ക വിഷയമായിട്ടുള്ള ധാരണാപത്രം, ആ ധാരണാപത്രത്തിൽ ഒരു വാചകമുണ്ട്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ എല്ലാം ഈ PM ശ്രീ പദ്ധതി സ്വീകരിക്കുന്ന, അംഗീകരിക്കുന്ന സ്കൂളുകൾ നടപ്പാക്കേണ്ടതാണ് എന്നൊരു വാചകമുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ സിലബസ് സംസ്ഥാനങ്ങളാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു സമീപകാല റെക്കോർഡ് എന്താ?
അഖിലേന്ത്യാ തലത്തിൽ പഠിപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെച്ച മഹാത്മാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മുഗൾ കാലത്തെ ചരിത്രം, ഇതെല്ലാം പ്രത്യേകം ടെക്സ്റ്റ് ബുക്കുകളായിട്ട് അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. അപ്പൊ അങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം ഈ സാഹചര്യത്തിലാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള വിവാദങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. അപ്പം സംസ്ഥാനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് നൽകേണ്ട തുക കേന്ദ്രത്തിന്റെ ഒരു പ്രത്യേക പദ്ധതി, ആ പദ്ധതിയിൽ ബ്ലോക്കിൽ 2 സ്കൂളിൽ വെച്ച് ഒപ്പിട്ടാൽ മാത്രമേ നൽകൂ എന്ന് പറയുന്ന ഫലത്തിൽ ഭരണഘടനാ വിരുദ്ധമായ കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടി നമ്മൾ ചർച്ച ചെയ്യുന്നില്ല കേരളത്തിൽ എന്നുള്ളതാണ്. ഇനി അവസാനമായി പറയാനുള്ളത് ഏറ്റവും കൗതുകരമായ കാര്യമാണ്. ഈ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ വരുന്നത്? മെച്ചപ്പെട്ട ലൈബ്രറി, ലബോറട്ടറി, ബോധന സംവിധാനങ്ങൾ. PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കപ്പെടുന്നതിനേക്കാൾ മികച്ച സൗകര്യങ്ങൾ മുഴുവൻ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. PM ശ്രീ പദ്ധതിയിൽ നിന്ന് യാതൊന്നും കേരളത്തിന് കിട്ടാനില്ല. അപ്പൊ ഈ ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം ഉണ്ടായത് മറ്റു പണം തടഞ്ഞു വെക്കുമ്പോൾ ആ പണം തടഞ്ഞു വെക്കുന്നതിനെ മറികടക്കാനുള്ള ഒരു ഉപായം എന്നുള്ള നിലയിൽ മാത്രമാണ്. PM ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളത്തിനൊന്നും മികച്ചതായി കിട്ടാനില്ലെന്ന് മാത്രമല്ല, ഈ പദ്ധതി ഒരു അധ്യയന വർഷം കഴിയുമ്പോൾ ഇല്ലാതാകാൻ പോവുക. പദ്ധതിയുടെ പീരീഡ് കഴിഞ്ഞു. ഇപ്പൊ അതിന്റെ 4ാമത്തെ വർഷമാണ് ഇപ്പൊ നടപ്പ് വർഷം. അപ്പൊ ഇതുവരെ അത് ഒപ്പുവെച്ചിരുന്നില്ല. അപ്പൊ പല വർഷങ്ങൾ SSKയുടെ ഫണ്ട് തടഞ്ഞു വെച്ച സാഹചര്യത്തിലാണ് ഇത് ചെയ്തത്. പക്ഷെ അത് മുഴുവൻ ഇപ്പോൾ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാൻ കേരളത്തിലെ ക്യാബിനറ്റ് തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ആ കാര്യം ഇൻഫ്ലക്ചസ് ആണ്. വർഗീയമായ കാര്യങ്ങൾ വരില്ലേ എന്നാണ് ചോദ്യകർത്താവിന്റെ സംശയത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം. വർഗീയമായ ഒരു കാര്യവും പഠിപ്പിക്കാൻ ആര് തീരുമാനിച്ചാലും കേരളത്തിൽ നടക്കില്ല. കേരള സമൂഹം അത് അനുവദിക്കില്ല. അതാണ് യാഥാർത്ഥ്യം. അത് നമ്മൾ മനസ്സിലാക്കും. Kerala is moving fast towards a completely digital form of governance. This is efficient, but it also means the government now collects huge amounts of personal data on every citizen. How will the government guarantee that this powerful data is used only for improving services and not for monitoring, influencing, or controlling the individual citizens' personal freedom and political choices? First of all, this is not a problem of any particular state. It's a problem for the entire country. No, entire world. You see, that's where we are moving towards. So many very serious issues about the privacy. Right to privacy is now considered as part of right to life. You see, this is being infringed upon by the kind of data collection that is happening. So it's a very big question. This is something which we need to discuss at different levels. We have to form, counter strategy. Most important thing is that we should make people aware of this danger. Many people are not aware of this danger. When you use the smartphone, whatever we do, in a way that is good also, but is dangerous also. It is good in the sense that we would be careful about what we do with this. ഈ പൊതുയിടങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ഒരു ആദ്യപടി എപ്പോഴും വ്യക്തികളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. എങ്കിലും പലപ്പോഴും അങ്ങനെ നടക്കാറില്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ആ ഇടങ്ങൾ സ്വന്തമായി കണ്ട് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രചോദനം വിദ്യാർത്ഥികളിലും സമൂഹത്തിലും ഉണ്ടാകാൻ വേണ്ടി എന്തൊരു സന്ദേശമാണ് അങ്ങേക്ക് നൽകാനാവുക? പൊതു ഇടങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അല്ലേ? ഞാൻ ശരിക്കും മനസ്സിലാക്കിയത് ചോദ്യം ശരിക്കും മനസ്സിലാക്കാതെ പോയാൽ നിങ്ങൾ ഇതിന് എൻ്റെ മുമ്പിൽ വളരെ കൃത്യമായ സൂക്ഷ്മമായ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ കൊല്ലത്ത് ഞാനൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ യോഗങ്ങൾ 1974 റെയിൽവേ തൊഴിലാളി സമരം, അഭയം ജനിച്ചിട്ടുണ്ടാവില്ല മിക്കവാറും, അഭയുടെ വിട്ടല്ല. പക്ഷെ അന്ന് ആ റെയിൽവേ തൊഴിലാളി സമരത്തിന്റെ സമയത്ത് ആ സമരത്തിന് നേതൃത്വത്തിലുണ്ടായിരുന്ന ജോർജ് ഫെർണാണ്ടസ്, AKG, എല്ലാ പാർട്ടികളിലെയും എല്ലാ നേതാക്കന്മാരും അവർ കൊല്ലത്ത് വന്നാൽ പ്രസംഗിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ മൈതാനത്താണ്. ഞങ്ങളുമൊക്കെ വിദ്യാർത്ഥി സംഘടനാ യോഗങ്ങൾ അവിടെ വെച്ചു. ഇപ്പൊ നിങ്ങൾ പോയി നോക്കൂ, അതില്ല.
അതൊരു ആരാധനാലയത്തിന്റെ മൊത്തം ആ സ്ഥലം മുഴുവൻ ആരാധനാലയം കൈയടക്കുകയാണ്. ഇത് പൗരബോധമുണ്ടെങ്കിലേ ഈ പൊതുവിടങ്ങൾ സംരക്ഷിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതും വളരെ കൃത്യമായിട്ട് അഭയ ചോദ്യത്തിൽ പറഞ്ഞു. അവിടെ കൊല്ലത്തെ പൊതുമണ്ഡലത്തിൽപ്പെട്ട സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തുള്ളവരുടെ കൂട്ടായ പരാജയ നിമിത്തമാണ് ഈ പൊതുവിടം ഇല്ലാതായത്. അങ്ങനെ പൊതുവിടങ്ങൾ കയ്യേറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അനുഭവം മറ്റൊന്ന് പറയാം. ഞങ്ങൾ ഡൽഹിയിൽ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ചേർന്നിട്ട് വലിയൊരു റാലി 1981 സെപ്റ്റംബറിൽ നടത്തി. ആ റാലി നടന്നത് ഇന്ത്യ ഗേറ്റിലാണ്. ഇന്ത്യ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഡൽഹി പോയിട്ടുള്ളവർക്കറിയാം, പിന്നെ രാഷ്ട്രപതി ഭവനം എല്ലാം കാണാം. അവിടെ വന്നു കഴിഞ്ഞാൽ വിശാലമായൊരു മൈതാനമാണ്. ഇപ്പൊ ഇന്ത്യ ഗേറ്റിലേക്ക് ഒരാൾക്ക് പോകാൻ പറ്റില്ല. അവിടെ ഒരു യോഗം നടത്താൻ പറ്റില്ല, ഒരു പ്രകടനവും നടത്താൻ പറ്റില്ല. അതെല്ലാം ഇൻഅക്സസിബിൾ ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുവിടം തോമസ് മാഷികളെ അറിയാം. പിന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലേക്ക് നീങ്ങുന്ന വലിയ ജയപ്രകാശ് നാരായണന്റെ റാലി ഇന്ത്യ ഗേറ്റിലാണ് നടന്നത്. എല്ലാ വലിയ റാലികളും നടന്നിട്ടുള്ളതാണ്. ഞങ്ങൾ SFI DYFI കൂടി അവിടെ വലിയ റാലി നടത്തി 1981. അപ്പൊ ആ ഭാഗത്തേക്ക് ഒരു പ്രകടനമായിട്ട് ഒരാൾക്ക് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ജെൻസിയൊക്കെ കൂടെ ചേർന്നിട്ട് നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾക്ക് പറ്റും. അത് അവിടെ ചെന്ന് വീണ്ടും ജനങ്ങൾക്ക് സമരം ചെയ്യാനും ശബ്ദം ഉയർത്താനും ഉള്ള ഒരിടം തിരിച്ചു പിടിച്ചെടുക്കാൻ ചിലപ്പോൾ കഴിയുമെന്ന് വരും. ഈ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പൂർണ്ണമായിട്ടും അഭയുടെ അഭിപ്രായത്തോട് യോജിക്കുകയാണ്. അവശേഷിക്കുന്ന പൊതു ഇടങ്ങളും കയ്യേറ്റം ചെയ്ത് സ്വകാര്യവൽക്കരിക്കപ്പെടാതിരിക്കാൻ നമ്മളെല്ലാവരും ജാഗരൂകത പാലിക്കുക. പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും വലിയ ശക്തിയും ദൗർബല്യവും എന്താണെന്നാണ് സാറിന്റെ ഒരു അഭിപ്രായത്തിൽ? സാർ മുന്നൊരു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്നു, അതുകൊണ്ടാണ് സാറിനോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇപ്പോഴത്തെ ശക്തിയും ദൗർബല്യവും എന്താണ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ? ദൃഷ്ടിയിൽ എന്താണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ശക്തി? എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട്, പണ്ട് ടീച്ചേഴ്സിനോട് ക്വസ്റ്റ്യങ്ങൾ ചോദിക്കാൻ അവർക്ക് പേടിയായിരുന്നു. എന്തവർ പറയുന്നുവോ അതവര് അതേപടി അനുസരിക്കും. അവർ തെറ്റു പറഞ്ഞാലും ശരി പറഞ്ഞാലും ശരിയാണെന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ നവഡേയ്സ് അങ്ങനെയല്ല. തെറ്റാണെങ്കിൽ ഏത് ടീച്ചറുടെ മുമ്പിലാണെങ്കിലും ഏതൊരു ലീഡറുടെ മുമ്പിലാണെങ്കിലും ആരുടെ മുമ്പിലാണെങ്കിലും ഇത് തെറ്റാണെന്ന് പറയാനുള്ള ഒരു പവർ അതിൻ്റെ വിദ്യാഭ്യാസമാണ് എനിക്ക് തന്നതെന്നാണ് എൻ്റെ ഒരു വിചാരം. കാര്യം ഫാത്തിമയ്ക്ക് ഈ ചോദ്യം ചോദിക്കാനുള്ളത്, ആ ധൈര്യം, ആ ചോദ്യം തന്നെ ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യം നമ്മുടെ പഠന സമ്പ്രദായത്തിലൂടെ കഴിഞ്ഞു. ദൗർബല്യമായിട്ട് എനിക്ക് തോന്നുന്നത് കൂടുതൽ ഫാത്തിമമാരെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അത് നമ്മൾ വളരെ നന്നായിട്ട് ശ്രമിച്ചാൽ എന്ന് പറഞ്ഞാൽ ഈ നിലവാരം എല്ലായിടത്തും ഇല്ല. ഒന്നുകൂടെ ഞാൻ പറയാം, ഞാൻ പഠിക്കുന്ന കാലത്തെ അധ്യാപകരെ പലരെയും ഓർമ്മയുണ്ട്. ഈ ചോദ്യം ചോദിക്കാൻ സിലബസിലില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ അധ്യാപകർ. ഉദാഹരണത്തിന് ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് ഞങ്ങൾക്കന്ന് പഠിക്കാനില്ല സ്കൂളിൽ. പക്ഷെ കുമാരദാസ് സാറാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ. അത് എനിക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും നയിച്ച അധ്യാപകര് അന്ന് വളരെ കൂടുതലുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. പക്ഷേ ചില അപര്യാപ്തതകൾ അവിടെ ഇവിടെ ഉണ്ടോ എന്നുള്ള സംശയം എനിക്കുണ്ട്. ഈ അധ്യാപകത്വം എന്ന് പറയുന്നത് ഒരു പാഷനാവേണ്ടതാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ അവരെ മിടുക്കികളും മിടുക്കന്മാരും ആക്കണം എന്ന് പറഞ്ഞിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് ഇപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ളവർ ഇപ്പോഴും ഉണ്ട്. പക്ഷെ മുമ്പുണ്ടായിരുന്ന അതേ തോതിലുണ്ടോ എന്നെനിക്ക് ചെറിയൊരു സംശയമുണ്ട്. അതാണ് ഒരു ബലഹീനതയായിട്ട് ഞാൻ കാണുന്നത്. പല മേഖലയിലും നമ്മൾ ഈ ചിന്തിച്ച് അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ബട്ട് വി ഡോണ്ട് നോ നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ദൗർബല്യതയല്ലേ സാർ? നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷനുകൾ തുറന്നു വരുന്നു എന്നുള്ളത് നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഒരു നേട്ടം തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് തുറന്നു വരുമ്പോൾ അതിലേതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള ചോദ്യം, ആ ചോദ്യത്തിനാണ് ഞാനൊരു മറുപടി ഹോസെ മാർട്ടി ഉച്ചരിച്ചിട്ട് പറയാൻ ശ്രമിച്ചത്. ഞാൻ ഇതിൽ ഏത് മേഖലയിലേക്ക് പോയാലാണ് എന്നെ ഏറ്റവും മികച്ച നിലയിൽ എനിക്ക് ആവിഷ്കരിക്കാൻ കഴിയുക, സമൂഹത്തിന് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടാകുക. ഇപ്പൊ നിങ്ങൾ എറണാകുളത്താണ് നിൽക്കുന്നത്, ഇതിന് കുറച്ച് അപ്പുറത്താണ് KJ യേശുദാസ് ജനിച്ചത്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ പിന്നെ സംഗീതത്തിലും പാട്ടിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്ന ആളുമാണ്.
പക്ഷെ ദാസേട്ടൻ വേറെന്തെങ്കിലും ഒരു മേഖലയിലേക്ക് ഇടയ്ക്ക് പാടുകയും ചെയ്യാം, ഇടയ്ക്കൊരു ഗാനമേളയ്ക്ക് പോവാം, ബാക്കി സമയത്ത് വേറെ ഒന്നാകാം എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഇഷ്ടപ്പെടുന്ന ദാസേട്ടൻ ഉണ്ടാകുമായിരുന്നില്ല. ഇത് PT ഉഷയ്ക്കും ബാധകമാണ്. അപ്പം ഓരോരുത്തർക്കും ഏറ്റവും പ്രശസ്തരായ മാത്രം പറഞ്ഞാൽ പോരാ, ഏറ്റവും പ്രശസ്തരായാലും ഇല്ലെങ്കിലും നമുക്കൊരു സ്ട്രോങ് പോയിന്റ് ഉണ്ടാകും, അല്ലെങ്കിൽ പല സ്ട്രോങ് പോയിന്റുകളിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഒന്നുണ്ടാവും. സമൂഹത്തിന്റെ ആവശ്യം നമ്മളവിടെ നോക്കണം. ഇത് രണ്ടും നോക്കിക്കൊണ്ട് നമുക്ക് തീരുമാനം എടുക്കാൻ സാധിക്കണം. ഞങ്ങളുടെ കോളേജിൽ പൊളിറ്റിക്സ് ഇല്ല. അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിച്ചു. പൊളിറ്റിക്സ് കോളേജിൽ കൊണ്ടുവരുന്നതിൻ്റെ പറ്റി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആണ്, നമ്മൾ പഠിക്കാൻ കോളേജിൽ വരുന്നത്, അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. കോളേജിനെ ഡിഗ്രേഡ് ചെയ്യാല്ലെങ്കിലും പറയാം, ഞങ്ങളുടെ കോളേജിന് ഇൻഫ്രാസ്ട്രക്ചർ അത്ര ടോപ്പൊന്നുമല്ല. ഒരു എഞ്ചിനീയറിംഗ് കോളേജിന് വേണ്ട പലതും ഞങ്ങളുടെ കോളേജിനില്ല. അങ്ങനെ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരു കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് വരിക, പഠിക്കുക, വീട്ടിൽ പോവുക എന്നുള്ള മൂഡാണ്. ഇത് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നു മറ്റേ റോമൻ ആക്ഷേപാസ്യകാരനായിട്ടുള്ള ഒരു ജുവനലിന്റെ ഒരു വാക്കുണ്ട്, ഗീവ് ദം ബ്രെഡ് ആൻഡ് എവർ സർക്കസസ് ആൻഡ് ദേ വിൽ നെവർ റിവോൾട്ട്. അതായത് എല്ലാ കംഫർട്ട് സോണിൽ ഇരുന്നിട്ടും എല്ലാം കിട്ടിയിട്ട് ഇവർക്ക്, അതായത് നമുക്ക് വേണ്ട ആവശ്യങ്ങൾ പുറത്തോട്ട് സംസാരിക്കാതെ കോളേജിന്റെ ഒരു ലാബിന് വേണ്ട ആവശ്യങ്ങൾ അല്ലെങ്കിൽ കോളേജിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എത്രത്തോളം ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് ഇവർ സംസാരിക്കാതെ ആരാണ് സംസാരിക്കുക? പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ്. അത് വളരെ പ്രശ്നമായിട്ടുള്ള ഒരാള് വിദ്യാർത്ഥികളുടെ റഷ്യൻ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് വ്ളാഡിമിർ ലെനിൻ. അതേ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുമ്പോൾ പറഞ്ഞു, വിദ്യാർത്ഥികളുടെ ഒന്നാമത്തെ കടമ പഠിക്കുക എന്നുള്ളതാണ്, രണ്ടാമത്തെ കടമ പഠിക്കുക എന്നുള്ളതാണ്, മൂന്നാമത്തെ കടമയും പഠിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായൊരു നിരീക്ഷണമാണ്. പക്ഷെ അതേസമയം പഠിക്കുന്ന എന്താണ്, സമൂഹത്തെ പഠിക്കണം. പഠനവുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള അപര്യാപ്തതകൾ അഫ്സൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കുറവുണ്ട്, മറ്റു പല അപാകതകളുമുണ്ട്. അപ്പോൾ നമ്മൾ പഠനത്തിൽ പൂർണ്ണമായിട്ട് മുഴുകണം. ആ പഠനത്തിൽ മുഴുകുന്നതോടൊപ്പം നമ്മൾ പഠിക്കുന്നതിൽ തന്നെ, നമ്മളെ പഠിപ്പിക്കുന്നതിൽ തന്നെ പോരായ്മയുണ്ടോ, പഠിപ്പിക്കുന്നതിന് ആവശ്യമുള്ള സൗകര്യങ്ങളെല്ലാം ലാബോറട്ടറിയിലുണ്ടോ, മറ്റു സൗകര്യങ്ങളുണ്ടോ? അപ്പൊ അത് ഉന്നയിക്കാൻ എങ്ങനെയാണ്? നമ്മൾ കൂട്ടായിട്ട് ഉന്നയിക്കേണ്ടി വരും. ഒരു വിദ്യാർത്ഥി പോയി പരാതി പറഞ്ഞതുകൊണ്ട് മാത്രം അതിന് പരിഹാരം ഉണ്ടായെന്ന് വരില്ല. വിദ്യാഭ്യാസ രംഗത്തെ ഇന്നത്തെ അവസ്ഥ നോക്കുമ്പോൾ തന്നെ നമുക്ക് വെളിപ്പെടും. ചില ക്യാമ്പസുകളിൽ വിദ്യാസംഘടന പ്രവർത്തനം ഇല്ലാത്ത അവസ്ഥയുണ്ട്. അത് അവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെ ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട കാര്യമാണ്. ആ സ്ഥിതി തുടരണോ വേണ്ടയോ എന്നുള്ള കാര്യം. വളരെ പ്രസിദ്ധമായൊരു അന്തിമ വിശകലനത്തിൽ വിദ്യാഭ്യാസത്തിന്റെ ഉള്ളടക്കം, അതിന്റെ ഘടന, ഇതെല്ലാം രാഷ്ട്രീയ നയവുമായി ബന്ധപ്പെട്ടതാണ്. എന്ത് പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളല്ല. ഏതെല്ലാം കോഴ്സുകളാണ് കൂടുതൽ വേണ്ടത്. നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മുന്നോട്ട് പോയിരിക്കുന്നു. ഓൾമോസ്റ്റ് 23.3 അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നേരിടുന്ന ഒരു അവസ്ഥയായി മാറുന്നു. അതുപോലെ PSC എക്സാം ഉണ്ടെങ്കിലും നമുക്ക് അതിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാനും പറ്റുന്നില്ല. ആൻഡ് ഓൾസോ 2 ലക്ഷത്തോളം പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് അബ്രോഡിൽ പോകേണ്ടി വരുന്നു. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഹൈ വാല്യൂഷൻ ഉണ്ടെങ്കിലും അനുസരിച്ചുള്ള ഹൈ വാല്യൂഡ് ജോബ്സ് കിട്ടുന്നില്ല. സോ ഈ ഒരു സിറ്റുവേഷനിൽ കേരളം ഈ ഹൈ വാല്യൂ ജോബ്സ് അല്ലെങ്കിൽ ഇതിനനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് ആ ഒരു സെക്ടറിലേക്ക് എങ്ങനെ പോകാൻ കിട്ടും? ഹൈ വാല്യൂ തൊഴിലുകൾ നമ്മുടെ നാട്ടിലും ഉയർന്നു വരുന്നുണ്ട്, സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ആ നിലയിൽ വളരെ വ്യത്യസ്തമാണ്. ഇപ്പോ ഇവിടെ മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള ഒരു 24 മണിക്കൂർ 3 ഷിഫ്റ്റ് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് ദന്തൽ കെയറിൻ്റെ ആണ്. യാത്രക്കിടയ്ക്ക് യഥാർത്ഥത്തിൽ വിജയവാഡ എയർപോർട്ടിൽ നിന്ന് ഞാൻ യാത്ര ചെയ്യുമ്പോഴാണ് ഇദ്ദേഹത്തെ അവിടുത്തെ ഒരാളെ യാദൃശ്യമായിട്ട് പരിചയപ്പെട്ടു. ഇപ്പം ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടു, P. രാജീവ് എന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ഈ ദന്തൽ കെയറുമായി ബന്ധപ്പെട്ട പ്രൊഡക്ട്സ്, കൃത്രിമ പല്ലുകൾ ഉൾപ്പെടെ ഉണ്ടാക്കുന്നൊരു സ്ഥലമാണ്. അവിടെ ഞാൻ പോയി കണ്ടു. അപ്പം പലതരത്തിലുള്ള സാങ്കേതിക വൈദഗ്ധ്യം ആവശ്യമുള്ളവർ അവിടെ പണിയുണ്ട്. ദന്തൽ ഡോക്ടേഴ്സ് മാത്രമല്ല, അവരുണ്ട്, ഇത് നിർമ്മിക്കുന്നവരുണ്ട്. ആപ്പിളിന് ഉപയോഗിക്കേണ്ട കമ്പോണൻസ് ഉൽപ്പാദിപ്പിക്കുന്ന സെന്റർ കഴിഞ്ഞ ദിവസം P. രാജീവ് എന്നോട് പറഞ്ഞതാണ്. ഇന്നത്തെ പത്രങ്ങൾ ഞാൻ കണ്ടു, എന്റർപ്രണേഴ്സിന്റെ ഒരു സമ്മേളനം 21, 22 ഇവിടെ നടക്കാൻ പോവുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ കൊച്ചി വെച്ച് നടക്കാൻ പോവുക.
അപ്പൊ ഈ രംഗത്തെല്ലാം നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്നാലും ചോദ്യകർത്താവ് പ്രദീപ് പറഞ്ഞതുപോലെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും കേരളത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് പുറത്തു വരുന്ന ഒരുപാട് വിദഗ്ധരുണ്ട്. അവരെ മുഴുവൻ അബ്സോർബ് ചെയ്യാൻ വേണ്ടിടത്തോളം ഇവിടെ അവസരങ്ങളില്ല. ആ ഒരു പ്രശ്നമുണ്ട്. അത് നമ്മൾ പെട്ടെന്ന് നമുക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുന്നതല്ല. ഈ ഒരു പ്രശ്നം കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിന്റെ പ്രത്യേകതകൾ എന്താണ്? ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൂടുതലാണ്. ഈ പുതിയ സ്ഥാപനങ്ങൾ വരണമെങ്കിൽ അതിന് സ്ഥലം വേണം. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന സമയത്ത് ഈ സ്ഥലത്തിന്റെ ദൗർലഭ്യത്തിന്റെ പ്രശ്നം ഒരുപാട് അഭിമുഖീകരിക്കേണ്ടി വന്നു. പല സ്ഥാപനങ്ങൾക്കും ആവശ്യമുള്ളത്ര സ്ഥലം കേരളത്തിന് പെട്ടെന്ന് കൊടുക്കാനില്ല. അപ്പൊ ഇങ്ങനെയുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഒരു സമഗ്രമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് വികസിപ്പിച്ചെടുക്കേണ്ടി വരും. വെർട്ടിക്കൽ കൺസ്ട്രക്ഷനിലേക്ക് പോണ്ടി വരും. ഒരിക്കലും ആലോചിച്ചു IIT ഒക്കെ ഒന്ന് സ്ഥാപിക്കണമെങ്കിൽ പിന്നെ 500-600 ഏക്കർ സ്ഥലം വേണം. Remind us how easily democratic values can be challenged. Out of 140 crore population, nearly 100 crore are youth, including children. This is a big strength for India as a country. We have to have a long-term perspective to be evolved as to how we can make use of this demographic dividend. Their education plays a very important role. Many qualified students find it difficult to continue their higher education. 2004 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് UPA അതിൽ CPM ലെഫ്റ്റ് പാർട്ടീസോ ആ ഗവൺമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നില്ല. വി വെയർ സപ്പോർട്ടിങ് ദാറ്റ് ഗവൺമെന്റ് ഫ്രം ഔട്ട്സൈഡ്. ലെഫ്റ്റ് പറഞ്ഞു ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനങ്ങളൊന്നും വേണ്ട, ഗവർണർമാരെ തീരുമാനിക്കുമ്പോൾ ചില ഗവർണർ ഞങ്ങൾ പറയുന്നവരാകണമെന്ന് ഞങ്ങൾ പറയുന്നില്ല, ഒരു പൊസിഷനും ഞങ്ങൾക്ക് വേണ്ട. വി ഡോണ്ട് വാണ്ട് എനി സ്പോയിൽസ്, ബട്ട് വി വാണ്ട് സെർട്ടൻ പ്രോ പീപ്പിൾ. മലയാളത്തിലാണല്ലോ ചോദിച്ചത്. അപ്പൊ ജനങ്ങളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന നയങ്ങൾ ഗവൺമെന്റ് പാലിക്കണം. അതുകൊണ്ടാണ് മൻരേഖ, അതുപോലെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, പിന്നെ ഭക്ഷ്യസുരക്ഷാ നിയമം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ്. അതുപോലെ തന്നെ വിദേശ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളുമായിട്ടും കൂടി ചർച്ച ചെയ്യണം. അപ്പോഴാണ് അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വിധേയമായി ഒരു സിവിലിയൻ ന്യൂക്ലിയർ കരാർ ഒപ്പിടുന്ന പ്രപ്പോസൽ വന്നു. അപ്പൊ ഇടതു പാർട്ടികൾ പറഞ്ഞു അമേരിക്കയുടെ ആജ്ഞകൾ അനുസരിക്കുന്ന കോട്ട് ആൻഡ് കോട്ട് ആജ്ഞ അമേരിക്ക ആജ്ഞാപിക്കുമ്പോൾ അതെല്ലാം അനുസരിക്കാൻ വിധേയമായി നിൽക്കേണ്ട ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറും, അതിന്റെ പ്രൊവിഷൻസ് വെച്ചിട്ട്. മതവും രാഷ്ട്രീയവും രണ്ടും രണ്ടായിട്ട് നിൽക്കേണ്ട കാര്യങ്ങളാണ്. അതൊരിക്കലും ഒരുമിച്ച് ചേരരുതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പൊ അതിനോടുള്ള അഭിപ്രായം എന്താണ്? ഈ വർഗീയതയ്ക്കെതിരായിട്ട് ഇടതുപക്ഷ സഹചാരി എന്ന നിലയിൽ താങ്കൾ അഭിപ്രായം എന്താണ് ചെയ്യാൻ പറ്റും? രാഷ്ട്രീയം മതകാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല, അതുപോലെ മതം രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. മതം എന്ന് പറയുന്നതും രാഷ്ട്രീയം എന്ന് പറയുന്നതും ഓരോരുത്തരുടെ ചോയ്സാണ്. രാഷ്ട്രീയം വേണമെന്ന് തീരുമാനിക്കാം, വേണ്ടെന്ന് തീരുമാനിക്കാം. മതം വേണമെന്ന് തീരുമാനിക്കാം, മതം വേണ്ടാന്ന് തീരുമാനിക്കാം, ഇല്ലേ? ചിലപ്പോൾ മതം വേണമെന്ന് തീരുമാനിക്കുന്ന ചിലരുടെ നിലപാട് മതവിശ്വാസികൾക്ക് സ്വീകാര്യമായിക്കൊള്ളണമെന്നില്ല. ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിലെ ശ്രീനാരായണ ഗുരു ഞാൻ ഇന്നുള്ള ഒരു മതത്തിലും ജാതിയിലും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഈ ജില്ലയിൽ തന്നെ ആലുവായിൽ നിന്ന് അദ്ദേഹത്തിന്റെ അച്ചടിച്ച പ്രസ്താവനയുണ്ട്. എനിക്ക് മതവും ജാതിയും ഇല്ല. മഹാത്മാഗാന്ധിയോ? മഹാത്മാഗാന്ധി സനാതന ഹിന്ദുവാണെന്ന് പറഞ്ഞു, പക്ഷെ അവിടെ നിർത്തിയില്ല. എനിക്ക് രാമൻ എന്ന് പറഞ്ഞാൽ റഹീം കൂടിയാണ്. അദ്ദേഹം എഴുതിയത് ഒരു ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഹിന്ദുവാണ്, ഞാൻ ഇസ്ലാമിൽ വിശ്വസിക്കുന്നു, ഞാൻ ക്രിസ്തുമതത്തിൽ വിശ്വസിക്കുന്നു, ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്നു. ഇതേ കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ബോൾഷവിക്കാണ്, കമ്മ്യൂണിസ്റ്റ് എന്നുള്ളതിനാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ കമ്മ്യൂണിസ്റ്റുമാണ് എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ആരും അംഗീകരിക്കില്ല. കമ്മ്യൂണിസ്റ്റുകാര് മഹാത്മാഗാന്ധി കമ്മ്യൂണിസ്റ്റ് ആണെന്ന് അംഗീകരിക്കൂ? ഇല്ല. അങ്ങനെ പറഞ്ഞതിൽ
ബഹുമാനം കാണിക്കുക. അപ്പൊ മതമെന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രതിഭാസമാണ്. മതം മതമായിട്ട് നിൽക്കണം. മതം രാഷ്ട്രീയം എങ്ങനെ പോകണം എന്ന് പറയാൻ മതം വന്നുകൂടാ. രാഷ്ട്രീയം മതം എങ്ങനെ ആയിരിക്കണം എന്ന് പറയാനും വന്നുകൂടാ. അപ്പൊ അതതിൻ്റെ സ്ഫിയറിൽ നിന്നോളണം, അതതിൻ്റെ മേഖലയിൽ നിന്നോളണം. ഇത് യൂറോപ്പിൽ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. അത് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് 1789 ഫ്രഞ്ച് വിപ്ലവം. 1789 ഫ്രഞ്ച് വിപ്ലവമാണ് മതത്തെയും രാഷ്ട്രീയത്തെയും വേർപെടുത്തിയത്. മതം രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൂടാ, രാഷ്ട്രീയം മതത്തിൽ ഇടപെട്ടുകൂടാന്ന് തീരുമാനിച്ചത്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഈ മതം വളരെ ഇമോട്ടീവായിട്ടൊരു കാര്യമാണ്. വികാരം ഇളക്കി വിടാൻ പറ്റിയ ഒന്നാണ് മതം. അപ്പോൾ ചില രാഷ്ട്രീയ വിഭാഗങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയത്തിന് സ്വാധീനം കിട്ടാൻ വേണ്ടി മതത്തെ കൂടി ദുരുപയോഗപ്പെടുത്തും. അത് തെറ്റാണ്. വിദ്യാസമ്പന്നരായ സമൂഹത്തെ മുഴുവൻ ബോധവൽക്കരിച്ചുകൊണ്ട് ഈ മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനെ എതിർക്കണം. അതുപോലെ രാഷ്ട്രീയ മതത്തിൽ ഇടപെടാൻ വന്നാൽ അതിനെയും എതിർക്കണം. ഇതാണ് ആധുനിക മതനിരപേക്ഷ സമൂഹത്തിന് സ്വീകരിക്കാൻ കഴിയേണ്ട സമീപനം. പല വർഷങ്ങളായി കണ്ടുവരുന്ന BJP RSSന്റെ വളർച്ച അത് ചെറിയ രീതിയിലാണെങ്കിൽ പോലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിൽ ഒരു വളർച്ചയാണ്. അവർക്ക് വോട്ടിടുന്ന പലരും പോലും അവരുടെ BJP RSS ഐഡിയോളജിയായിട്ട് യോജിക്കുന്നുകൊണ്ട് മാത്രമല്ല, പലരും ഇപ്പൊ നിലനിൽക്കുന്ന 2 പാർട്ടി സിസ്റ്റം, രാഷ്ട്രീയം തിരഞ്ഞെടുപ്പ് നടക്കുന്ന രീതി, അതിനെതിരെ പ്രതിഷേധമായിട്ടാണ് വോട്ടിടുന്നത്. അപ്പോൾ ഇപ്പോൾ UDF LDF കേരളത്തിൽ UDF LDFന് അവരുടെ രാഷ്ട്രീയ രീതി മാറ്റി ചിന്തിക്കാനുള്ള സമയമായിട്ടുണ്ടോ? ഇപ്പൊ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മളെല്ലാം ഇവിടുന്ന് ഈ പരിപാടി അവസാനിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ ഈ മുറിയിലേക്ക് വന്ന നമ്മളാണോ? അല്ല, നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടിൽ ഇവിടെ നടന്ന ചർച്ചകൾ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാനിവിടുന്ന് പോകുമ്പം പുതിയൊരാളായിട്ടാണ് പോകുന്നത്, യാതൊരു സംശയമില്ല. നിങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന്, നിങ്ങൾ ഉയർത്തിയ ആശയങ്ങളിൽ നിന്നെല്ലാം പുതിയ ചില കാഴ്ചപ്പാടുകൾ എനിക്കുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കും അതുവരുണ്ടാകും. LDF UDFിന്റെ കാര്യം പറഞ്ഞാൽ LDFും UDFും അവർ സ്വയം പരിശോധിച്ച് LDFും UDFും വരുത്തേണ്ട മാറ്റങ്ങൾ LDFിന്റെ UDFിന്റെ പ്രവർത്തനത്തിൽ വരുത്തേണ്ടതുണ്ട്. എന്നതിൽ സംശയമില്ല. ഞങ്ങൾ നിന്നിടത്ത് തന്നെയാണ് നിൽക്കുക. എന്താ ഒരാൾ പറഞ്ഞാൽ അത് പരമ അബദ്ധമാണ്. നിന്നിടത്ത് ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല. നമുക്ക് ഇരുന്നിടത്തിരിക്കാൻ പറ്റുമോ? നമ്മളിവിടെ നിശ്ചലമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുമ്പോൾ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്ഥാനം മാറുന്നുണ്ട്. ഭൂമി സ്വയം കറങ്ങുന്നതുകൊണ്ട് നമ്മുടെ സ്ഥാനം മാറുന്നുണ്ട്. പിന്നെ ഭൂമി സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നതുകൊണ്ട് വേറെ ഒരു രണ്ടാമത്തെ ഡയമെൻഷനിലും മാറ്റം വരുന്നുണ്ട്. അപ്പം നമ്മളറിയാതെ ഒരുപാട് മാറ്റങ്ങൾക്ക് നമ്മൾ വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടികൾ മാറേണ്ടി വരും, പാർട്ടികളുടെ നിലപാടുകൾ മാറേണ്ടി വരും, കാലോചിതമായി നവീകരിക്കേണ്ടി വരും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നല്ല പാർട്ടിയുടെ പ്രവർത്തനത്തിലുള്ള നല്ലതെല്ലാം ഉപേക്ഷിച്ച് ചീത്തയാണോ എന്നുള്ള അർത്ഥത്തിലല്ല. നല്ലത് കാസൂക്ഷിച്ചുകൊണ്ട് കൂടുതൽ എങ്ങനെ നമുക്ക് നവീകരിക്കാൻ കഴിയും, നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും, അത്തരത്തിൽ ഓരോരുത്തരും ആലോചിക്കേണ്ടി വരും. വർഗീയതയെ ആസ്പദമാക്കി പ്രവർത്തിക്കുന്നതിനൊന്നും ദീർഘകാലം നിലനിൽക്കാൻ കഴിയില്ല. അതിനകത്ത് യാതൊരു സംശയമില്ല. താൽക്കാലികമായിട്ട് വർഗീയ വികാരമൊക്കെ ഇളക്കി വിട്ട് ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് വരും. പക്ഷെ അത് സ്ഥായിയായ ഒരു നേട്ടമാവില്ല എന്നതിനകത്ത് എനിക്ക് യാതൊരു സംശയം. സോ ഇത്രയും നേരം ഐ ഹേർഡ് ക്വസ്റ്റ്യൻസ് അബൌട്ട് education, രാഷ്ട്രീയം etc. My question is basically on something that is really growing in the society now. As we all know, Kerala has the lowest maternal mortality rate, അഥവാ മാതൃമരണ നിരക്ക്. പക്ഷേ നമ്മളൊരു ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഈ അടുത്ത് വിട്ട ഒരു റിപ്പോർട്ട് പ്രകാരം 2024 വരെ ഓൾമോസ്റ്റ് 62 പേരാണ് സൂസൈഡ് ചെയ്തേക്കുന്നത്. 62 പ്രഗ്നന്റ് വുമൻസ് ഹാവ് സൂസൈഡ്. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം ഔട്ട് ഓഫ് പോക്കറ്റ് സ്പെൻഡിങ് അഥവാ കയ്യിൽ നിന്ന് ചെലവാക്കുന്നതും പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഡിപ്പെൻഡൻസിയും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. സോ why has ഒരു ടാർഗറ്റഡ് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം ഇത് അഡ്രസ് ചെയ്യാൻ വേണ്ടി എന്തുകൊണ്ട് കേരളത്തിലില്ല എന്നതും ഈ എക്കണോമിക് സ്ട്രെസ്സിനെ കുറിച്ച്, ഇങ്ങനത്തെ ഒരു പ്രഗ്നന്റ് വുമൻസിൽ ഇങ്ങനെ എക്കണോമിക് സ്ട്രെസ് വരുന്നതിനെ കുറിച്ച് നമ്മളൊരു സ്റ്റഡി ചെയ്യേണ്ടതുണ്ട്. ഗവൺമെന്റ് ആശുപത്രികളെ ആശ്രയിക്കുന്ന രോഗികളുടെ ശതമാനം
മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളമാണ് ഗവൺമെൻറ് ആശുപത്രികളെ പ്രതീക്ഷയോടുകൂടി പോകാൻ ജനറൽ ആശുപത്രികളും മെഡിക്കൽ കോളേജ് ആശുപത്രികളൊക്കെ ആശ്രയിക്കുന്നത്. അതുപോലെ തന്നെ നഴ്സിംഗ് ഹോമുകളിലോ ആശുപത്രികളിലോ പ്രസവം ഏറ്റവും കൂടുതൽ നടക്കുന്നതും കേരളത്തിലാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആശുപത്രിയിൽ പ്രസവം നടക്കുന്ന തോത് ശതമാനം കുറവാണ്. ഇതെല്ലാം പിന്നെ വെളിപ്പെടുത്തപ്പെട്ടുള്ള കണക്കുകളാണ്. ഇതിനകത്ത് നമ്മളെ കുറച്ച് സ്റ്റാർട്ടിൽ ചെയ്യുന്ന കുറച്ച് അസ്വസ്ഥപ്പെടുത്തിയ ഒരു കണക്ക് ഈ ഗർഭാവസ്ഥയിലുള്ള 62 സ്ത്രീകളുടെ ആത്മഹത്യയുടെ വിഷയമാണ്. നിശ്ചയമായും വളരെ ഗൗരവമുള്ള ഒരു സാമൂഹ്യ പ്രശ്നമായും ആരോഗ്യ പ്രശ്നമായും നമ്മൾ ഇതിനെ കാണേണ്ടതുണ്ട്. ഈ ഇത്ര പേരുടെ ഗർഭകാലത്തെ ആത്മഹത്യക്ക് പിന്നിലുള്ള യഥാർത്ഥ കാരണങ്ങൾ എന്താണ് എന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതെല്ലാം ഇപ്പം തന്നെ ഞാൻ മനസ്സിലാക്കിയ കാര്യം എനിക്ക് ആദ്യം കിട്ടുന്ന അവസരത്തിൽ ആരോഗ്യമന്ത്രിയുടെയും മറ്റുള്ളവരുടെയും ശ്രദ്ധയപ്പെടുത്തുന്നതാണ്. ആരോഗ്യ സൂചകങ്ങളിൽ പലതിലും നമ്മൾ ലോകത്ത് മികച്ച നിലയിലാണ്. ഇപ്പൊ ശിശുമരണ നിരക്ക് 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ശൈശവാവസ്ഥയിൽ എത്ര കുഞ്ഞുങ്ങൾ മരിക്കുന്നു എന്നുള്ള കണക്കാണ്. അത് ഏറ്റവും മികച്ച ആധുനിക വികസിത രാജ്യങ്ങളെക്കാളും കേരളം മുമ്പന്തിയിലാണ്. അതിന്റെ കണക്ക് വന്നിട്ടുണ്ട്. അമേരിക്കയാണല്ലോ സ്വർഗം എന്നൊക്കെ. അവിടെ 1000-ൽ 5.6 മരണം നടക്കുമ്പോൾ കേരളത്തിൽ 5 മരണമാണ് നടക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ആരോഗ്യത്തിന്റെ പല സൂചികകളിലും നമ്മൾ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. എന്നാൽ യുവ സുഹൃത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പ്രഗ്നന്റ് വിമൻ അവരുടെ ആത്മഹത്യ കേട്ടപ്പോഴത്തേക്ക് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. ഇതെല്ലാം തടയാൻ ഏത് തരത്തിൽ നീങ്ങണം എന്നുള്ള കാര്യം ഗവൺമെന്റ് ആലോചിക്കണം എന്നുള്ള കാര്യം ഇപ്പം ഗവൺമെന്റിന്റെ പ്രതീക്ഷയുടെ വന്നിട്ടുണ്ട്. നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. ഇവിടെ നേരത്തെ സ്വകാര്യവൽക്കരണത്തിനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ സമ്മർ വെക്കേഷനിൽ ഇന്റേൺഷിപ്പ് ചെയ്ത KSRTC-യിലാണ്. അപ്പൊ നമ്മൾ ഏത് പൊതുമേഖലാ സ്ഥാപനം എടുത്തു നോക്കിയാലും ഒന്നാമത്തെ കാര്യം ഭയങ്കര നഷ്ടത്തിലാണ്. പിന്നെ അഴിമതിയുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ. അപ്പോൾ നിങ്ങളുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി സ്ഥിരമായിട്ട് സ്വകാര്യവൽക്കരണത്തിനെതിരെ ഒരു ശബ്ദം ഉയർത്തുന്നതാണ്. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലും അഴിമതിയിലും ആയിരിക്കുമ്പോൾ എന്ത് വിശ്വാസത്തിലാണ് ഒരു ടാക്സ് പെയർ എന്നുള്ള നിലയിൽ ഞാൻ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടത് മറ്റ് സ്വകാര്യവൽക്കരണ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നതിന് പകരം? രണ്ടാമത്തെ കാര്യം, അത് പെട്ടെന്ന് ചോദിക്കാം. 2004 CPM-ന് ലോക്സഭാ ഇലക്ഷന് 43 സീറ്റ് ഉണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ വളരെ കുറച്ച് കൈയിലെണ്ണാവുന്ന സീറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ലോകം മൊത്തം നോക്കുവാണെങ്കിൽ കമ്മ്യൂണിസം ഒരു ഡിക്ലൈനിലാണ്. അപ്പോൾ ഇപ്പം കമ്മ്യൂണിസം ഉള്ള രാജ്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ക്യൂബ, വിയറ്റ്നാം, ചൈന, അവിടെയൊക്കെ ആണെങ്കിൽ സമയത്തിനനുസൃതമായിട്ട് അവരുടെ ഐഡിയോളജീസ് ക്യാപിറ്റലിസവുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ മാറ്റിയത് കൊണ്ടാണ് ഇപ്പോഴും അവിടെ കമ്മ്യൂണിസം നിലനിന്ന് പോകുന്നത്. അതുപോലെ നമ്മുടെ രാജ്യത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും CPM-ഉം അവരുടെ ഐഡിയോളജി കുറച്ചെങ്കിലും മാറ്റേണ്ട ആവശ്യമുണ്ടോ? അതിനെ ഫോളോ അപ്പ് ആയിട്ട് ഒരു കാര്യം കൂടെ ഒരു ഇൻഫർമേഷൻ തരാനുള്ളത്, സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ് സൊസൈറ്റീസ് പുറപ്പെടുവിച്ച റിപ്പോർട്ട് പ്രകാരം 18-നും 25-നും ഇടയിൽ പ്രായമുള്ള യുവ തലമുറയിൽ 5% പേര് മാത്രമാണ് ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് ഇന്ത്യയിൽ. സോ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് സ്വകാര്യവൽക്കരണം, ഒന്ന് ഈ ഐഡിയോളജിയിലെ ചേഞ്ച്, രണ്ടും ഒന്ന് അഡ്രസ് ചെയ്താക്കൊള്ളായിരുന്നു. ഇത് സംബന്ധിച്ച് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു അമേരിക്കൻ ചിന്തകനുണ്ട്, നോം ചോംസ്കി. അദ്ദേഹം തെളിവുകൾ സഹിതം വിശദീകരിച്ച ഒരു കാര്യം, പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രത, ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വലിയ സമ്പത്ത് കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രത സ്വകാര്യ സ്ഥാപനങ്ങൾക്കുണ്ട്. ആ സ്വകാര്യ സ്ഥാപനങ്ങളുമായി കൂട്ടുചേർന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ വ്യക്തികളുടെ സമ്പന്നന്മാരുടെ കൈകളിലേക്ക് കൈമാറാൻ സന്നദ്ധത കാണിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം, ഭരണാധികാരികൾ, അവർ ചെയ്യുന്ന ഒരു കാര്യം എന്താ? ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പിടിപ്പുകേടുള്ളതാണ്, നഷ്ടത്തിലാണ്, അഴിമതിയാണ് എന്ന് വരുത്തി തീർക്കും. എന്നിട്ട് ആ പേരിൽ ഗവൺമെന്റ് തന്നെ ഇത് സ്വകാര്യ മേഖലയ്ക്ക് എഴുതി കൊടുക്കും, കൈമാറും. ഇത് നോം ചോംസ്കിയുടെ വളരെ പ്രസിദ്ധമായിട്ടൊരു സിദ്ധാന്തം നമ്മൾ ഒരുപാട് സ്ഥലത്ത് കാണാറുള്ളതാണ്. ഇപ്പൊ നമ്മുടെ BSNL-ന്റെ കാര്യം അതിന്റെ ഏറ്റവും നല്ല ക്ലാസിക് എക്സാമ്പിളാണ്. ഇന്ത്യയിൽ BSNL-ന് ഏറ്റവും പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യ സ്വായത്തമാക്കി തങ്ങളുടെ ഗുണഭോക്താക്കൾക്ക് മികച്ച സേവനം കൊടുക്കാൻ ഗവൺമെന്റ് സമ്മതിക്കുന്നില്ല.
അപ്പം അത് സ്വകാര്യവൽക്കരിക്കപ്പെടാൻ കഴിയും. അപ്പം ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്, പൊതുമേഖലാ സ്ഥാപനങ്ങളെ മികച്ച വിധത്തിൽ പ്രവർത്തിപ്പിക്കാനും നഷ്ടമില്ലാതെ കൊണ്ടുപോകാനും അവയുടെ ലാഭം ഓരോ വർഷം തോറും കേരളത്തിൻ്റെ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭം അത് വർദ്ധിപ്പിക്കാനും പ്രതിജ്ഞാബദ്ധതയോടുകൂടിയാണ് ഇവിടുത്തെ ഗവൺമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സംബന്ധിച്ച സ്ഥിതിവിവര കണക്കുകളെല്ലാം ഉണ്ട്. കഴിഞ്ഞ ഏതൊരു ദിവസം ഞാൻ വായിച്ചു, ഞാൻ കൃത്യമായിട്ട് ഓർത്തു വെച്ചിട്ടില്ല. കേരളത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സംസ്ഥാന പൊതുമേഖലകൾ കൂടുതൽ സംസ്ഥാന പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങൾ ലാഭകരമായി. മൊത്തത്തിലുള്ള ലാഭം എത്രയാണ് കോടിയായിട്ട് വർദ്ധിച്ചത്, അതിന്റെ കണക്കുകൾ കഴിഞ്ഞ ദിവസം വന്നതാണ്. ഈ കൂട്ടത്തിൽ ഒന്നുകൂടി ഞാൻ പറയാം, കേന്ദ്ര ഗവൺമെന്റിന്റെ കൈവശമുണ്ടായിരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം വെള്ളൂർ ന്യൂസ് പ്രിന്റ്, അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പൊതുമേഖലാ സ്ഥാപനമായിരുന്നു. അത് സ്വകാര്യവൽക്കരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു. അപ്പോൾ കേരളത്തിലെ LDF ഗവൺമെന്റ് പറഞ്ഞു, ഇത് നിങ്ങൾ സ്വകാര്യവൽക്കരിക്കാൻ പുറപ്പെടുന്ന സ്ഥാപനം, കേന്ദ്ര ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനം, ഞങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് എടുത്ത് നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്ത് നടത്തുകയാണ്. അപ്പൊ അതിന്റെ പേരെന്തോ മാറിയിട്ടുണ്ട്. അപ്പൊ മുമ്പ് വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറി എന്നാണ് അറിയപ്പെട്ടത്. അത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ്. അത് സ്വകാര്യ വ്യക്തികൾക്ക് വിൽക്കാൻ പോയപ്പോൾ കേരള സംസ്ഥാന ഗവൺമെന്റ് അത് ഏറ്റെടുത്ത് നടത്തുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ വിമാനത്താവളമായിരുന്നു തിരുവനന്തപുരത്തുള്ളത്, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ. അത് സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി പുറപ്പെട്ടു. ഇപ്പൊ സ്വകാര്യവൽക്കരിക്കപ്പെട്ടു. അദാനിയുടെ സ്വന്തമാണ് ഇപ്പോൾ എയർപോർട്ട്. പക്ഷെ അദാനിയെ ഏറ്റെടുക്കുന്നതിന് മുമ്പ് കേരളത്തിലെ LDF ഗവൺമെന്റ് പറഞ്ഞു, ഇത് നിങ്ങൾ സ്വകാര്യവൽക്കരിക്കരുത് കേന്ദ്ര ഗവൺമെന്റ്. ഞങ്ങൾക്ക് എയർപോർട്ട് നടത്തിയിട്ടുള്ള അനുഭവമുണ്ട്. കൊച്ചി എയർപോർട്ട് എങ്ങനെയാ, പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷനാണ്. സംസ്ഥാന ഗവൺമെന്റും സ്വകാര്യ സംരംഭകരും കൂടെ ചേർന്നിട്ടാണ് സിയാൽ നടത്തുന്നത്. പിന്നെ കണ്ണൂർ എയർപോർട്ട് ഇതേ മാതൃകയിൽ, സിയാൽ മാതൃകയിൽ ഞങ്ങൾ നടത്തുകയാണ്. അങ്ങനെ കേരളത്തിൽ 2 എയർപോർട്ടുകൾ സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ പാർട്ടിസിപ്പേഷനോടുകൂടി നടത്തുന്നുണ്ട്. തിരുവനന്തപുരം എയർപോർട്ട് നിങ്ങൾ കേന്ദ്രം വിൽക്കാൻ പോവുകയാണെങ്കിൽ ഞങ്ങൾ സംസ്ഥാനം വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ചോദ്യം ചോദിച്ച സുഹൃത്തിന് പക്ഷേ അറിയാമായിരിക്കും അത്. കാര്യം അദ്ദേഹം നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളാണ്. കേന്ദ്രം സംസ്ഥാന ഗവൺമെന്റിന് തരാൻ തയ്യാറായില്ല. അദാനിക്ക് കൊടുത്തേ തീരൂ എന്ന വാശിയിൽ അദാനിക്ക് കൊടുത്തു. അപ്പൊ ഇതാണ് ആ ചോദ്യത്തിന്റെ ആദ്യ ഭാഗത്തെ കുറിച്ച് പറയാനുള്ളത്. ഇടതുപക്ഷത്തിനും CPIM-നും കൂടുതൽ സീറ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സീറ്റുകൾ കുറഞ്ഞു പോയി. അത് CPIM-ന് 2004 ഉള്ളതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കേണ്ടതാണ് എന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിൽ ഞാനും എൻ്റെ സഹപ്രവർത്തകരും വിജയിച്ചില്ല. അതുകൊണ്ട് സീറ്റ് കുറഞ്ഞു. അത് ഞങ്ങളുടെ വീഴ്ചയായിട്ടാണ് കാണുന്നത്. ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്, വലിയ തോതിൽ ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് ഒരു തരിശീലം പോലെ കിടന്നൊരു സ്ഥലമാണ് ഗുജറാത്ത്. അവിടെ ഇപ്പോൾ SFIയുടെ സമ്മേളനത്തിന് വന്നപ്പോഴത്തേക്ക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് സർപഞ്ചായിട്ട് ഒരു മിടിമിടിക്ക് ജയിച്ചു വന്നിരിക്കുന്നു ഗുജറാത്ത്. ഞങ്ങൾ തന്നെ അപ്പുറത്ത് പോയി. ഗുജറാത്തിലും ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ നാടാണ്. ആ നാട്ടിലും ഒരു കനല് മിടിക്കും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു, ചൈനയിലേക്കുള്ള ഒരു പ്രതിനിധി സംഘത്തിൽ പാർട്ടി അയച്ചിരിക്കുക. അപ്പൊ ഇങ്ങനെ വരുന്ന കഴിവുള്ള ചെറുപ്പക്കാരെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും. അപ്പം സുഹൃത്ത് പറഞ്ഞു, ചൈനയെ പോലുള്ള രാജ്യങ്ങളിലെല്ലാം ക്രിയേറ്റീവായിട്ട് മുതലാളിത്തത്തിൽ നിന്ന് ചില ഘടകങ്ങൾ കൂടി എടുത്തുകൊണ്ട്, അല്ലേ, വിയറ്റ്നാമിലും ക്യൂബയിലും ഒക്കെ എങ്ങനെയാണ് ഇപ്പം സോഷ്യലിസത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത്, അത് കാണാൻ വേണ്ടി ഞങ്ങൾ ചൈനയിലേക്ക് വിട്ടിരിക്കുകയാണ് ഈ ഗുജറാത്തിലെ കുട്ടിയെ. അപ്പം എങ്ങനെയാണ് കമ്മ്യൂണിസം ഭാവിയിൽ വികസിക്കേണ്ടത് എന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന ചെറിയൊരു പുസ്തകമുണ്ട്. നിങ്ങൾ വായിച്ചിട്ടില്ലാത്തവർ അതൊന്ന് വായിക്കണമെന്ന് ഞാൻ ശുപാർശ ചെയ്യാണ്. നല്ല സാഹിത്യ ഭാഷയാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ സാഹിത്യ ഭാഷയെക്കുറിച്ച് വലിയ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ 2-3 ഖണ്ഡികകളുണ്ട്. മാർക്സും എംഗൽസും കൂടെ എഴുതുകയാണ്. ആ ഖണ്ഡിക മാത്രം എടുത്ത് വായിച്ചാൽ എന്ത് തോന്നും? മുതലാളിത്തത്തെ പൊഴുത്തിയിരിക്കുകയാണെന്ന് തോന്നും. ആണ്. പലരും ഇത് വായിക്കാത്തത് കൊണ്ട് പ്രശ്നമില്ല. വായിച്ചാൽ മാർക്സും എംഗൽസും കാര്യം മുതലാളിത്തം ലോകത്ത് നൽകിയ സംഭാവനയുണ്ട്. ഈ മുതലാളിത്തത്തെ മാർക്സും എംഗൽസും വിമർശിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അതിന് കാരണം മുതലാളിത്തത്തിൽ
ഈ വലിയ ശാസ്ത്ര സാങ്കേതിക വളർച്ചയും വികാസവും ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ മറുഭാഗത്ത് ആ ശാസ്ത്ര സാങ്കേതിക വികാസത്തിന്റെ നന്മ, സദ്ഫലം തൊഴിലാളികൾക്കും എല്ലാവർക്കും ലഭ്യമാവുന്നില്ല. അതിനെയാണ് വിമർശിച്ചത്. ന്യൂയോർക്ക്, അമേരിക്കയിലെ ഏറ്റവും വലിയ വ്യവസായ നഗരത്തിൽ ഞാനൊരു സോഷ്യലിസ്റ്റാണ് എന്ന് പറയുന്ന അദ്ദേഹം കമ്മ്യൂണിസ്റ്റല്ല കേട്ടോ, പക്ഷെ അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് എന്നാണ് ട്രംപ് വിളിക്കുന്നത്. അത് പറഞ്ഞ കാര്യം. അപ്പം സൊഹ്റാൻ മംദാനിയെ പോലുള്ള പ്രവണതകൾ ഉയർന്നു വരുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. അയർലൻഡിൽ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കാതറിൻ കനോളി സ്ത്രീയാണ്, ഇടതുപക്ഷക്കാരിയാണ്. അപ്പോൾ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികൾക്കും ജനകീയമായ അംഗീകാരം നേടാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇന്ന് ഇടതുപക്ഷത്തിന് പല സ്ഥലത്തും ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട് എന്ന് സുഹൃത്ത് ചൂണ്ടിക്കാണിച്ചതും യാഥാർത്ഥ്യമാണ്. ഇതിലേതെങ്കിലും ഒന്ന് മാത്രം പറഞ്ഞാലല്ല. ചില സ്ഥലത്ത് ജയിച്ചു. ഇപ്പൊ തൊട്ട് താഴെ ശ്രീലങ്ക എന്ന് പറയുന്ന സ്ഥലത്ത് ആരാ ഭരിക്കുന്നത്? ജനതാ വിമുക്തി പെരുമുന എന്ന് പറയുന്ന മാർക്സിസ്റ്റ് ലെനിനിസ്റ്റിക് പാർട്ടിയാണ്. പാർലമെന്റിൽ 3/2 ഭൂരിപക്ഷമുണ്ട്. പ്രസിഡന്റായിട്ട് ദസ്നായക എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹമാണ് ഭരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒന്നിനെ എടുത്ത് നമ്മൾ സാമാന്യവൽക്കരിച്ചുകൂടാ. അപ്പൊ ചില ഡിക്ലൈൻ ഉണ്ടാകുന്നുണ്ട്, ചില പിന്നോട്ട് പോക്ക് പുരോഗമന ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും ചിലയിടത്ത് ഉണ്ടായിട്ടുണ്ട്, ചിലയിടത്ത് മുന്നോട്ട് പോക്കും ഉണ്ടാകുന്നുണ്ട്. ഭാവിയെക്കുറിച്ച് എനിക്ക് യാതൊരു ആശങ്കയുമില്ല. ആത്യന്തികമായി സമത്വത്തിലും തുല്യതയിലും നീതിയിലും അധിഷ്ഠിതമായ ഒരു സമൂഹം ഉണ്ടാവുക തന്നെ ചെയ്യും, അതിനത്ര കാലതാമസം ഉണ്ടായാലും. ചരിത്രാതീത കാലത്ത് സമത്വപൂർണമായ സമൂഹമായിരുന്നു ലോകത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്നത്. പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ചരിത്രം പഠിക്കുന്നവരിവിടെ ഉണ്ടാവും. ചരിത്രം പഠിക്കുമ്പോൾ പ്രിമിറ്റീവ് സൊസൈറ്റി എന്ന് ചിലർ പറയും, പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയും. എഴുത്തും വായനയും വികസിച്ചിട്ടില്ലാത്ത കാലം, എഴുതപ്പെട്ട ചരിത്രമില്ലാത്ത കാലം. അന്നെങ്ങനെയായിരുന്നു? സ്ത്രീ പുരുഷ തുല്യതയുണ്ടായിരുന്നു. ലൂയി മോർഗന്റെ ഒരു പുസ്തകമുണ്ട്, ഏൻഷ്യൻ സൊസൈറ്റി. 1877 ആ പുസ്തകം രചിക്കപ്പെട്ടത്. മാർക്സ് എംഗൽസ് ജീവിച്ചിരിക്കുമ്പോഴാണ്. അത് വായിച്ച് അവർ ആഹ്ലാദഭരിതരായി. നമ്മുടെ സിദ്ധാന്തത്തെ സാധൂകരിക്കുന്ന ഒരു പണ്ഡിതോചിതമായ ഗ്രന്ഥം ഇതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ സന്തോഷിച്ചു. സ്ത്രീകൾ കുടുംബത്തിന് നേതൃത്വം വഹിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു, സമൂഹത്തിന് നേതൃത്വം വഹിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. അപ്പൊ ചരിത്രാതീത കാലത്ത് തുല്യമായൊരു സമൂഹം ഉണ്ടാകാമെങ്കിൽ ഭാവിയിലും ആധുനികമായി തുല്യതയിൽ, സ്ത്രീ പുരുഷ തുല്യതയിൽ അധിഷ്ഠിതമായൊരു സമൂഹം ഉണ്ടാവാം. ഇതാണ് വൈലോപ്പള്ളിയുടെ 4 വരികളുണ്ട്, ഓണപ്പാട്ട് എന്ന് പറയുന്ന. അതും വായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ശുപാർശ ചെയ്യാണ്. വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ ഓണപ്പാട്ടുകാർ എന്ന് പറയുന്ന ദുഃഖമായൊരു കവിതയുണ്ട്, സമാഹാരത്തിലുള്ളതാണ്. അദ്ദേഹം പറയുന്നു, പല ദേശത്തിൽ പല വേഷത്തിൽ പല പല ഭാഷയിൽ നമ്മൾ കഥിപ്പൂ, പാരിതിലാദിയിൽ ഉദയം കൊണ്ട് പൊലിഞ്ഞൊരു പൊന്നോണത്തിൻ ചരിതം. ലോകത്ത് ഉണ്ടായി പിന്നെ പൊലിഞ്ഞുപോയ ഒരു ഓണത്തിന്റെ ഓർമ്മ ലോകത്തെ എല്ലാ സംസ്കൃതികളിലും ഉണ്ട്, എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അപ്പൊ ഇടതുപക്ഷത്തിന്റെ അവസ്ഥയെക്കുറിച്ച് അത്രേ ഞാൻ പറയുന്നുള്ളൂ. മനുഷ്യൻ കണ്ടെത്തിയ ഏറ്റവും നല്ല സംവിധാനങ്ങളിലൊന്നാണ് ജനാധിപത്യം. അപ്പോൾ എന്നാൽ ഇന്ന് ജനാധിപത്യം എന്നത് വോട്ട് ചെയ്യലാണെന്നും വോട്ട് ചെയ്ത് സർക്കാരിനെ അധികാരത്തിലെത്തിക്കുന്നതോടെ ജനങ്ങളുടെ റോള് കഴിഞ്ഞു എന്നൊക്കെ വിചാരിക്കുന്ന ഒട്ടേറെ പേരുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ നയനിർണയ നിർമ്മാണ പ്രക്രിയയിൽ ഈ ജനങ്ങളുടെ പങ്കാളിത്തം എത്രത്തോളം ഉൾപ്പെടുത്തപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ സർക്കാർ ഉപയോഗിക്കുന്ന നയങ്ങളിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങളുടെ സ്വാധീനത്തിന് എത്രത്തോളം പരിധികളുണ്ട്. തിരിച്ചു വിളിക്കാനുള്ള അവകാശം ഉണ്ടാവണം വോട്ടർമാർക്ക്. ചില രാജ്യങ്ങളിലുണ്ട്, വോട്ടർമാരൊരു നിശ്ചിത തോതിൽ ജനങ്ങളൊരു പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇലക്ഷൻ നടത്തണം. അതാണ് ഒരു പരിഹാരം. അതാണ്. പിന്നെ ഇതുപോലെ താങ്കളെപ്പോലെ നല്ല ചോദ്യം ചോദിക്കുന്ന മിടുമിടുക്കന്മാർ സമൂഹത്തിൽ, രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമായിട്ട് ഇടപെടണം. അപ്പൊ ഈ സ്ഥിതിവിശേഷത്തിന് മാറ്റം ഉണ്ടാക്കാൻ. So NEP primarily focuses on experiential learning and critical thinking, etc. And from my own personal experience, I could understand that the students in government and aided schools in Kerala really lack the foundational skills that is required to be able to adapt these approaches in the classrooms of Kerala. So do you think that is a fault of our own education system, and how do you think we can make or empower these learners to be better or to be able to effectively implement these approaches in classrooms of Kerala? The world over, from ancient times even,
the idea of critical thinking was prevalent. The Heraclitus saying that you cannot touch the same river twice. Back home in India, in Taittiriya Upanishad, there is one formulation. I have learned this by heart. I am not proficient in Sanskrit. Don't mistake me. What is found in Taittiriya Upanishad, about which Dr. S. Radhakrishnan has written long treatise. Taittiriya Upanishad reference is like this: Yani asmagam sujaridani, tani tyo pasyani, no idarani. Its simple meaning is the teacher or guru of ancient times, when students completed their education process and they are to bid farewell to the Guru, Guru is telling the graduated, quote unquote, students that you have learned many things living with me, as taught by me. When you go from here back to your own places, don't take everything. You use your critical thinking ability and find out what you learn from here is right and scientific. And if you find something unscientific that you learn from here, you leave them here itself before you go. This is the critical thinking. So this existed throughout. ഒരു ഹൈ ലെവൽ തിങ്കിങ്ങിൻ്റെ ഭാഗം കൂടിയായിരുന്നു ഇന്നത്തെ ഈ സെഷൻ എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും എറണാകുളത്തെ, ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്, MABB കൊല്ലം സ്വദേശിയാണെങ്കിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾ വിട്ടുനിന്ന് ചെറുതായിട്ട് മന്ത്രിക്കുകയായിരുന്നു ഹൈ ലെവൽ ചോദ്യങ്ങൾ. നിങ്ങളുടെ ചിന്താശക്തി, ചിന്താശേഷി, ഈ യൗവനത്തിലും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വിദ്യാഭ്യാസ രംഗത്തേക്കാണ് എന്നുള്ളത് തീർച്ചയായിട്ടും അത് നമുക്കൊക്കെയും അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. പ്രൊഫസർ കെ വി തോമസിന് ഞാൻ തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ, അദ്ദേഹത്തിൻ്റെ അഭിനന്ദനങ്ങൾ അർപ്പിക്കാൻ ഈ സമയം മുന്നേറ്റുന്നു. രാഷ്ട്രീയക്കാർക്ക്, അധ്യാപകർക്ക് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ചെയ്യാൻ പറ്റും. വിദ്യാർത്ഥികളെ ഗ്രൂം ചെയ്യുന്നത് അധ്യാപകരാണ്, അവർക്ക് മാർഗനിർദ്ദേശം നൽകുന്നത് അധ്യാപകരാണ്. ഒപ്പം രാഷ്ട്രീയ നേതാക്കളാണ് പിള്ളേർ എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അത് പ്രധാനമാണ്. നമ്മുടെ ഈ വിദ്യാർത്ഥികളുടെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാവും അവരുടെ കഴിവിന് അത്രയും ശക്തമായ സിലബസ് കേരളത്തിലില്ല എന്ന്. അതൊരു വലിയ സഹാവേ, കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇത് പോരാ. കൽക്കട്ടയിലെ പത്രം വായിക്കുന്ന കുട്ടികൾ വരെ ഇവിടെയുണ്ട്. അതാ വലിയ സംഭവമാണ് കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് ചോദ്യം ചോദിക്കാൻ കഴിയുന്ന കുട്ടികൾ ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. കീപ് ഇറ്റ് അപ്പ്, ഓൾവേസ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വലിയ നിർണായകമായ പങ്കാണുള്ളത്. വിദ്യാർത്ഥികളും യുവാക്കളും എന്ന് പറയുന്നത് വളരെ ചടുലമായ പ്രതികരണശേഷിയുള്ള, വളരെ ഊർജ്ജസ്വലമായി പ്രതികരിക്കുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ പങ്കാളിത്തം ജനാധിപത്യത്തിൻ്റെ അടിത്തറയാണ്. വെറുതെ ക്ലാസ് മുറിയിൽ പാഠപുസ്തകങ്ങൾ വായിക്കുക, ലാബിൽ പോവുക, എക്സാം എഴുതുക എന്നതിനുപരി ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നത് വിദ്യാർത്ഥി കാലഘട്ടത്തിലാണ്. പോരായ്മകൾ മനസ്സിലാക്കുക, ശക്തി തിരിച്ചറിയുക, പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ പഠിക്കുക, അങ്ങനെ ഉത്തമമായ ഒരു സാമൂഹ്യ ബോധമുള്ള ഒരു പൗരനായി രൂപപ്പെടുന്നത് ഈ ക്യാമ്പസിൽ നിന്നാണ്. അതുകൊണ്ട് ഇവിടെ ഈ ചോദ്യം ശ്രവിച്ചപ്പോൾ എനിക്ക് അങ്ങേയറ്റം അഭിമാനം തോന്നി. ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹം രാഷ്ട്രീയത്തിൽ നിന്നും അങ്ങേയറ്റം അകന്നു പോകുന്നു എന്ന് പറയുമ്പോഴും CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി, മുൻ വിദ്യാഭ്യാസ മന്ത്രി, സർവോപരി ഒരു പൊതുപ്രവർത്തനോട് ചോദിക്കാവുന്ന എല്ലാ മണ്ഡലങ്ങളെയും സർവതല സ്പർശിയായി തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ചോദ്യങ്ങൾ വിവിധ തലത്തിൽ വന്നതിൽ അങ്ങേയറ്റം ജൂറിക്ക് അഭിമാനമുണ്ട്. എൻ്റെ ജൂറിയിലെ സഹപ്രവർത്തകരായ അന്നയും ഇൻട്രസ്റ്റ് പ്രസിൻ്റെ പ്രതിനിധിയാണ്. മുതിർന്ന മാധ്യമ പ്രവർത്തനം കൂടിയായ സെബിൻ പൗലോസും ഞങ്ങൾ ഈ വികാരം പങ്കിട്ടു.
MA ബേബി സാഹിബിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വാക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇന്ത്യയിലോ ലോകത്തോ തന്നെ ഇത്രയും വ്യത്യസ്തനായ ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടാവില്ല. കാരണം പ്രകൃതിക്ക് താഴെയുള്ള എല്ലാ മേഖലയെക്കുറിച്ചും ഇത്ര സവിസ്തരം അറിയാവുന്ന, കാരണം ഒരു രാഷ്ട്രീയ നേതാവിനോട് ചോദിച്ചാൽ കായിക മേഖലയിൽ നമുക്ക് ചിലപ്പോൾ ചില വ്യക്തികൾക്ക് ക്രിക്കറ്റ് മാത്രം താല്പര്യമുണ്ടാകും, ഫുട്ബോൾ മാത്രം താല്പര്യമാകും. ഇത് ടെന്നീസ്, എല്ലാ കായിക മേഖലയെ സംബന്ധിച്ചും ഇത്രയേറെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ്. മ്യൂസിക് ഓൾസോ ഞാൻ വിട്ടുപോയി. സാംസ്കാരിക, രാഷ്ട്രീയ, സാംസ്കാരിക, രാഷ്ട്രീയ, കായിക രംഗത്തെല്ലാം അങ്ങേയറ്റ അവഗാഹമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ ഭാവി വാഗ്ദാനം തന്നെയാണ്. കേരളത്തിൽ നിന്ന് തന്നെ ആവുന്നു എന്നത് നമുക്ക് അഭിമാനിക്കാം. ഞാൻ എന്നെ ചുമതലപ്പെടുത്തിയ കടമയിലേക്ക് ഈ ഡയസിന്റെയും വേദിയുടെയും സദസ്സിന്റെയും എൻ്റെ ജൂറി അംഗങ്ങളുടെയും ഒക്കെ സമ്മതത്തോടുകൂടി കടക്കുകയാണ്. എല്ലാ മേഖലയെയും പ്രതിപാദിക്കുന്ന നല്ല ചോദ്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ജൂറി എന്ന തലത്തിൽ 3 പേർക്ക് മാത്രമാണ് മാർക്കിടാൻ കഴിയുള്ളൂ. ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും. അതിൽ ഇവിടെ വന്ന ഈ ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് മുമ്പിൽ അഭിമുഖീകരിക്കുന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം ആ നേതാവ് പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ദേശീയ തലത്തിൽ, സംസ്ഥാന തലത്തിൽ, അതിൻ്റെ അണികളുടെ ഇടയിൽ, സമൂഹത്തിനിടയിൽ എല്ലാം ഏറെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രതിസന്ധിയുള്ള, എന്നാൽ പറയാൻ വളരെ പ്രത്യാശാസ്ത്രമായി കരുത്തുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. നന്ദകുമാർ കുസാറ്റിൽ നിന്നും അദ്ദേഹത്തിനാണ് 1ാം സമ്മാനം. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിനുണ്ടാകുന്ന വെല്ലുവിളിയെ സംബന്ധിച്ചുമാണ് വളരെ പ്രസക്തമായ ഒരു ചോദ്യം ഇവിടെ വന്നിട്ടുള്ള. CPM ദേശീയ ജനറൽ സെക്രട്ടറി തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. അടുത്ത സ്ഥാനം വൈഷ്ണവിയാണ്, SCMS. അത് ദേശീയ തലത്തിൽ ഈ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയിൽ ഡേറ്റ പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ പേഴ്സണൽ പ്രൈവസി എന്നിവ അടക്കമുള്ള വളരെ നിർണായകമായ ഒരു ചോദ്യമായിരുന്നു അത്. ആ ചോദ്യം ചോദിച്ച വൈഷ്ണവി അഭിനന്ദിക്കുന്നു. ഒപ്പം തന്നെ 2ാം സ്ഥാനം 7,500 രൂപ ക്യാഷ് പ്രൈസ്. വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പോരായ്മയും ശക്തിയെക്കുറിച്ച് മുൻ വിദ്യാഭ്യാസ മന്ത്രിയോട് വളരെ ആർജവത്തോടെ ചോദ്യം ചോദിച്ച ഫാത്തിമയ്ക്കാണ് 3ാം സമ്മാനം. ഈയൊരു പ്രൗഢമായ വിദ്യാർത്ഥി സംവാദം സംഘടിപ്പിക്കുന്നതിന് തേവര കോളേജ് തിരഞ്ഞെടുക്കുകയും സമയത്ത് തന്നെ അതിനെല്ലാ കാര്യങ്ങളും നടത്തുകയും ചെയ്ത തോമസ് മാഷിനെ, അതായത് വിദ്യാധനം ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റി പ്രൊഫസർ KV തോമസിനെ, അദ്ദേഹത്തോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുകയാണ്. പക്ഷെ ഇത്രയും പേഷ്യന്റ് ലിസണിംഗ് ഉള്ള ഒരു ദേശീയ നേതാവിന് ഒരു പക്ഷേ നമ്മളുടെ പരിചയത്തിൽ കുറവായിരിക്കും. നിങ്ങൾ പറഞ്ഞ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം തിരുത്തേണ്ടതിന്റെ ആവശ്യകതകൾ പോലും മുഖത്ത് നോക്കി പറഞ്ഞ വിദ്യാർത്ഥികളെ നിങ്ങളുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു എന്ന് പറയാനുള്ള സഹിഷ്ണുത കാണിച്ച ശ്രീ MA ബേബി അവറുകളെ ഈ ചടങ്ങിന് കിട്ടിയത് വളരെ വളരെ സജീവമായ ഒരു ചർച്ചയ്ക്ക് അവസരമൊരുക്കി. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ക്ലാസ് മുറികൾക്ക് പുറത്തുകൂടി ഇത്തരം സംവാദങ്ങൾ നടക്കേണ്ടതിന്റെ ആവശ്യകത ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കുന്നതായിരുന്നു ആ സംവാദവും അദ്ദേഹത്തിന്റെ ഇടപെടലുകളെല്ലാം. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ച തോമസ് മാഷിനും അദ്ദേഹം കലാലയത്തിൽ ഇതൊന്ന് 2 മണി എന്നുള്ളതിന് 1:30 തന്നെ അദ്ദേഹം പത്നി സമേതനായി ഇവിടെ എത്തി. മാഷിന്റെ പേരിലുള്ള ഈ ഫൗണ്ടേഷന്റെ പേരിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. തുടക്കത്തിലെ പറഞ്ഞതുപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങളാണ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഉണ്ടാവേണ്ടത്. ആ കർത്തവ്യം വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ ഈ ചടങ്ങിലെത്തിയ 20ഓളം കോളേജുകളിൽ നിന്ന്, നമ്മുടെ ആതിഥേയരായ സെക്രട്ടറി കോളേജിന്റെ അടക്കം 20ഓളം കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും നല്ല ഭാവിയുള്ളവരാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്കാവട്ടെ എന്ന് ആശംസിക്കുകയും വന്നതിന് നിങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മോഡറേറ്റർ, എൻ്റെ വളരെ ദീർഘകാല സുഹൃത്ത്, ഞാൻ ബാബുജി എന്നാണ് വിളിക്കാറുള്ള ജേക്കബ് ജോർജിനും, അതുപോലെ കോളേജിന്റെ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോസഫ് കുസ്മാലയത്തിനും മറ്റുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.